മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ. അഞ്ചാമത്തെ കാര്യമെന്തെന്നറിയുമോ? അഞ്ചാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഞ്ചാമത്തെ കാര്യമെന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുകയാണ്, നിന്റെ ഉമ്മയുടെ അനുവാദം വാങ്ങണ്, നിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണ്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ പൊന്നുമോര്. എത്ര പേരാ വാപ്പയോട് അനുവാദം ചോദിച്ചത്? പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? വാപ്പയോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന ഉമ്മ, എല്ലാം നഷ്ടപ്പെട്ടു പോയുമ്മ. അവസാനമല്ലടാ ചെറുപ്പക്കാരാ പറയേണ്ടത്, ഈ സദസ്സിലിരിക്കുന്നവരോട് പടച്ചവനെ നിങ്ങളും ആരോട് പറയും? നിങ്ങളുടെ ഭാര്യമാരോട് പറയുമല്ലോ, നിങ്ങളുടെ ഭാര്യമാരോട് കച്ചവടം തുടങ്ങുമ്പോ പറയുമല്ലോ, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോ ഭാര്യയോട് പറയുമല്ലോ. എന്തേ ഉമ്മയോട് പറയാത്തത്? എന്തേ ഉപ്പയോട് പറയാത്തത്? പറയേണ്ടത് അവരോടല്ലേ ചെറുപ്പക്കാരാ. ആദ്യമായിട്ട് പറയേണ്ടത് മാതാപിതാക്കളോടല്ലേ. ഭാര്യ ഇന്നലെ കേറി വന്നവളല്ലേ, അവൾ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ. മോനെ, നീ വിചാരിക്കും അത് ചെറിയ പാപമാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദേ പറയേണ്ടത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നിനക്കതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ, നിനക്കതിലൂടെ വരുന്ന നഷ്ടത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ പെങ്ങള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരേ, അൽഖമദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ചാരത്ത് കിടന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽഖമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമ ഒരു വഖത്ത് പോലും മുടക്കാത്ത സഹാബിയാ. പ്രവാചകൻ അവിടെന്ന് രണ്ടാമതായി ചോദിക്കുകയാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ഉമ്മയുമായിട്ട് എങ്ങനെയാണ് അൽഖമ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാ. പക്ഷേ നബിയേ, അൽഖമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ.
അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും കേട്ടോ, ഓരോ മക്കളും കേട്ടോ, മോനെ ഇത് നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. നിങ്ങളെ സിറാജിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നെ വേദനാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്ന ഉമ്മാ, പൊന്നുമകനുമായിട്ട് എങ്ങനാ ഉമ്മ, അൽഖമയുമായിട്ട് എങ്ങനെയാണ്? അവിടെന്ന് പറയുന്നു നബിയേ, എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. പക്ഷേ ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എന്തുണ്ടെങ്കിലും അവൻ ആദ്യം വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്നത് അവന്റെ ഭാര്യയോടാ, പിന്നെ എന്നോട് പറയുകയുള്ളൂ. അവൻ രണ്ടാമത് എന്നോട് പറയുകയുള്ളൂ. അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാൻ അവന്റെ ഉമ്മയല്ലേ നബിയേ, ഞാൻ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയേ, അവൻ എന്നെക്കാലു സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്മ. അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല ഉമ്മ, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്ക്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, ഇല്ല നബിയേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ, ഞാനവന്റെ ഉമ്മയല്ലേ. എടാ ചെറുപ്പക്കാരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ നാവ് പൊങ്ങാത്തതിന്റെ കാരണമെന്തെന്നറിയോ? എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ, എന്നെ ഉമ്മയോട് പറയാറുള്ളൂ. ആ ഒറ്റ മനസ്സ് വേദനിച്ചതിന്റെ പേരില്, ആ മാതാവിന്റെ മനസ്സ് വേദനിച്ചതിന്റെ പേരില് അവിടുന്ന് ഷഹാദത്ത് കലിമ പറയാ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ ഇത് സാധാരണ ഒരാളല്ല, അസ്വഹാബി കന്നുജൂ, എന്റെ സ്വഹാബികൾ നക്ഷത്ര തുല്യരാ, അവരെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടവരാ. അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലാണ് സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാനെക്കാല് സ്ഥാനം കൊടുക്കുന്ന, ഉമ്മയെക്കാല് ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ മുന്നിൽ പോയ സർവ്വരഹസ്യങ്ങളും പറയുമല്ലോ, പറഞ്ഞിട്ടെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ? ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് നഷ്ടം വന്നപ്പോ, ഏതെങ്കിലും കച്ചവടം നടത്തിയിട്ട് നഷ്ടത്തിലായി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, വീട്ടിൽ കയറി ചെന്നിട്ട് പെണ്ണുമ്പിള്ളയെടുത്ത് പറഞ്ഞ അവള് പറയുന്ന വാക്കെന്താ? അങ്ങനെ തന്നെ വേണം. ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് എടി എല്ലാം നഷ്ടപ്പെട്ടു പോയടി എന്ന് പറയുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ നിന്റെ ഉമ്മാനോട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. അവസാനം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഉമ്മാടെ മടിയിൽ പോയി കിടന്നിട്ട് ഉമ്മ എല്ലാം പോയുമ്മ എന്ന് പറയുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പോട്ട മോനെ, അള്ളാ നിനക്ക് തരുമടാ, ആ ഒരു വാക്ക്
അതാ ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി എന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് പറയുന്നു, വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ റബ്ബി ഇന്ന ഖൗമി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃപ്തി നേടാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹു കൊടുത്ത വിശുദ്ധമായ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, അത് സമ്മാനമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിലേക്ക് കൊടുത്തതാണല്ലോ. ആ പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനിനെ നീ സ്നേഹിക്കണേ, ആ ഖുർആനിനെ നീ സ്നേഹിക്കണേ. പച്ച മലയാളത്തിൽ പറഞ്ഞ മോനെ, പള്ളിയിലെ ഉസ്താദ് നിന്റെ വീടിന് കുറ്റിയടിക്കാൻ വരുമ്പോ അവിടെ നിന്നുകൊണ്ടൊരു യാസീൻ ഓതുമല്ലോ, ഒരു ഫാത്തിഹ ഓതുമല്ലോ. കടയുടെ ഉദ്ഘാടനത്തിന് വന്നാല്, വീടിന്റെ ഉദ്ഘാടനത്തിന് വന്നാല്, ഒരു വാഹനം എടുക്കുന്ന സമയമാണെങ്കിലും ഏത് കാര്യത്തിനും പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പവഴി എന്തെന്നറിയുമോ? അത് ഖുർആനിനെ സ്നേഹിക്കലാ, ഖുർആനാ സദസ്സിൽ ഓതലാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പലരും ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദ് വീടിന്റെ കുറ്റിയടിക്കാൻ വരുമ്പോഴും യാസീൻ ഓതുമല്ലോ, അതാ മരണ വീട്ടിൽ പോയാലും യാസീൻ ഓതുമല്ലോ, ഖബറിന്റെ ചാരത്ത് പോയാലും യാസീൻ ഓതുമല്ലോ, എന്തേ വേറെ ഒരു സൂറത്തും ഓതാത്തത്? യാസീൻ മാത്രം ഓതുന്നത് എന്തിനാ? എടാ വെറുതെ അല്ലടാ ചെറുപ്പക്കാരാ, സമയമില്ല പടച്ചവന്, ഒരു യാസീൻ ഓതാ സമയമില്ല പടച്ചവനെ. നിന്റെ വീടിന്റെ താമസം കേറുമ്പോ പള്ളിയിലെ ഉസ്താദ് വന്നിട്ട് ഫാത്തിഹ ഓതിയാ മതി, യാസീൻ ഓതണ്ട. കാരണം സമയമില്ല. കല്യാണം നടക്കുന്ന സദസ്സിൽ ആരാപ്പ യാസീൻ ഓതുന്നേ? അല്ലാഹുവേ കുൽഹു അല്ലാഹു കുല്ലൗദു റബ്ബിൽ ഫലക് നാസ്, തീർന്നു, ഇത്രേ ഉള്ളൂ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധമായ ഖുർആൻ സൂറത്തു യാസീൻ ഓതണം. യാസീൻ ഓതിയാ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ അവന്റെ ദുആയിക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, യാസീൻ ഓതുന്ന സമയത്ത് ഒരാള് യാസീൻ ഓതുമ്പോ, പടച്ചവനെ എന്റെ ഇന്ന കാര്യം നീ സാധിപ്പിച്ചു തരണമെന്ന് നിയ്യത്ത് ചെയ്തിട്ട് യാസീൻ ഓതിയ അതിന് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ. വാഴ് പറയുന്ന ഉസ്താദിന് ചൂടുവെള്ളം, വാഴ് കേൾക്കാൻ വന്നവർക്ക് ഫ്രൂട്ടി കുടി. ഉസ്താദിന് വാട്ടവെള്ളം, നിങ്ങൾക്കൊക്കെ എന്താ ഫ്രൂട്ടിയാണോ കുടിക്കണേ? എന്താപ്പ കുടിക്കണേ? ഫ്രൂട്ടി. ശരി, അള്ളാഹു എനിക്ക് ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പറ, ആമീൻ പറ. ചുമ്മാ പറഞ്ഞ അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എവിടെ പോയാലും യാസീനല്ലേ ഓതണേ? പറ മനുഷ്യ, യാസീനല്ലേ ഓതണേ? മരണ വീട്ടിൽ പോയ യാസീൻ ഓതും, പള്ളിക്കാട്ടിൽ പോയ യാസീൻ ഓതും, കല്യാണ വീട്ടിൽ യാസീൻ ഓതും, എവിടെ പോയാലും യാസീൻ ഓതും. എന്റെ 114 സൂറത്ത് യാസീൻ മാത്രമേ ഉള്ളൂ. എന്റെ ബക്കറ ഓതാത്തെ? എന്തേ ബക്കറ ഓതാത്തെ? നീ വിചാരിച്ച ഉസ്താദിന് കൈമടക്കിട്ടാനാണെന്ന്? അല്ല മോനെ, അല്ല. യാസീൻ ഓതുമ്പോ നിന്റെ മനസ്സിൽ എന്താണോ നീയത്ത്, ആ നീയത്ത് അല്ലാഹു നിനക്ക് സാധിപ്പിച്ചു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നീ ഖുർആൻ ഓത്, നീ ഖുർആൻ ഓത്. എവിടാപ്പ ഖുർആൻ ഓതല്? നിക്കാഹ് നടക്കുന്ന സദസ്സിലൊക്കെ സൂപ്പർ ഫാസ്റ്റ് പോകുന്ന പോലെ ഫാത്തിഹ ഓതുന്നേ. വേണ്ടപ്പ ഞാൻ സന്തോഷം. കല്യാണ വീട്ടിൽ യാസീൻ ഓതിയിട്ടുണ്ടോ? ഉണ്ടോ? നിങ്ങൾ പറ, ഏത് കല്യാണം കിടക്കുന്ന സദസ്സിലാ മോനെ യാസീൻ ഓതിയിട്ടുള്ളത്? അവിടെ ഉസ്താദ് ചൂട് മൊട്ട വായിലിട്ടിട്ടുണ്ടല്ലോ, എന്തോ ചൂട് വായിക്കകത്തിട്ടിട്ട് ഇതിനേക്കാൾ സ്പീഡിൽ ഓതാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഓതനെ. എന്നാൽ ഏതെങ്കിലും കല്യാണ വീട്ടിൽ നിക്കാഹ് നടത്തിയിട്ട് ഒരു യാസീൻ ഓതി നോക്കിക്കേ, അന്ന് അവിടെ ഉഹദ് യുദ്ധം നടക്കും.
പടച്ചവനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതം നാട്ടുകാരെന്തു പറയുന്നതല്ല. എടാ, ഒരു വീട് വെക്കും, 2 നിലയുള്ള കൊട്ടാരം പണിതു, തിന്നാൻ വിളിക്കുമ്പോ എല്ലാരും വന്ന് ഭക്ഷണവും കഴിച്ചിട്ട് പറയും, അവന്റെ അഹങ്കാരം കണ്ടോ, എന്തിനാടാ ഇത്രയും വലിയ വീട്, അവന്റെ വീട് ഇതിനെക്കാളും വലിയ വീടാ, നീ ഒരു വീട് വെച്ചു, താമസം കയറില്ലെന്ന് നാട്ടുകാരെ മുഴുവനും വിളിച്ചപ്പോ ആ വീട്ടിൽ കയറി വന്നിട്ട് നീ വെച്ചു കൊടുത്തത് തിന്നിട്ട് നിന്റെ ഇറച്ചിയും തിന്നിട്ട് പോകും. അതൊന്നും പോരാ, എന്തെല്ലാം പറയോ, അവന്റെ അഹങ്കാരം കണ്ടോ, എവിടുന്ന് അറബി എത്തീങ്കാനിലാക്കിയിട്ട് കൊണ്ടുവന്നതാടാ, ഇതൊന്നും ഹലാലായ പൈസ അല്ലടാ, നിന്റെത് തിന്നിട്ട് പ്രാവിയിട്ട് കണ്ണേറ് നിർത്തിയിട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഈ പഴയ ആൾക്കാരൊക്കെ പറയുന്നത്, ഞങ്ങളുടെ നാട്ടിലൊക്കെ വീടിന്റെ പണി പരിപൂർണമായിട്ട് ചെയ്യാറില്ല, ഒരല്പം ബാക്കി വെച്ചേക്കും, കണ്ണീർ കിട്ടാതിരിക്കാൻ. എല്ലാം ചെയ്തു കഴിഞ്ഞാല്, എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ ആര് വന്നാലും പറയും വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല, അൽഹംദുലില്ലാ അങ്ങ് തുടങ്ങിയതാ, ഒരല്പമെങ്കിലും വെക്കും. അതിനെന്ത്, എന്തിനാ ചില വീടിന്റെ മുന്നിൽ ഇങ്ങനെ കോലം കെട്ടിയിട്ടിരിക്കും, എന്തിന്, കണ്ണീർ കിട്ടാതിരിക്കാൻ. കണ്ണീർ വലിയ വിഷയമാ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുറച്ചും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ തമാശ പറഞ്ഞതല്ല, ഹദീസ് തന്നെയുണ്ട്. ഉദാഹരണം പറഞ്ഞ, വീടിന്റെ മുന്നിൽ നല്ല മനോഹരമായിട്ട് ഒരു വാഴ ഇങ്ങനെ കൊലച്ച് നിൽക്കാം. അപ്പൊ ചില ആൾക്കാർ ഇങ്ങനെ റോഡിൽ കൂടെ പോകുമ്പോ പറയും, ആമിന, എന്തൊരു കൊലയാടി ഇത് പടച്ചവനെ, അല്ലാഹുവേ, ആ കൊല അവിടെ നിന്ന് അടയാളം പോലും കാണൂല, കരിഞ്ഞു പോകും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചില ആൾക്കാരുടെ നാവ് അങ്ങനെ. എന്റെ പ്രിയപ്പെട്ട, ഞാൻ എന്റെ ഒരു അനുഭവം, വലിയ പെരുന്നാളിന് ഉളുഹിയ അറുക്കാറുണ്ട്. അപ്പൊ പോത്തിനെ വാങ്ങാൻ വേണ്ടി ഒരു അച്ചായന്റെ വീട്ടിൽ പോയി. എന്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചതാ. ഒരു അച്ചായന്റെ വീട്ടിൽ അദ്ദേഹം എല്ലാ വർഷവും ഇങ്ങനെ പോത്തിനെ വാങ്ങി വളർത്തും, എന്നിട്ട് കൊടുക്കും. അപ്പൊ അച്ചായന്റെ വീട്ടിൽ പോകുമ്പോ ഒരു മനോഹരമായ പോത്തുണ്ട്, പക്ഷെ പോത്തിന്റെ വാലിലെ തോൽ ഉരിഞ്ഞു പോയി. അത് കാരണം അച്ചായൻ തന്നെ പറഞ്ഞു, ഉസ്താദ്, ഇത് നിങ്ങൾക്ക് ഉളുഹിയയ്ക്ക് പറ്റുന്നതല്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു കഥയുണ്ട്, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. ഞാൻ ചങ്ങനാശ്ശേരി പഴയ പള്ളിയിൽ നിന്ന് അവിടുത്തെ സെക്രട്ടറി ഉൾപ്പെടെയാ പോയെ. അപ്പൊ അയാള് പറയാ, ഉസ്താദെ, ഒരുത്തൻ ഇത് നോക്കാൻ വന്നു. അത് നോക്കാൻ വന്നിട്ട് ഇതിന്റെ വാല് കണ്ടപ്പോ അവൻ പറഞ്ഞു, അവൻ പൈസ പറഞ്ഞു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും വിലയുടെ കാര്യത്തിൽ അങ്ങോട്ട് ക്ലിയർ ആയില്ല. അപ്പൊ ഇവൻ പറഞ്ഞു, ഇതിന്റെ വാല് വല്ലാത്തതാച്ചാ, എന്തൊരു വാല, പടച്ചവനായ. അവൻ പറഞ്ഞിട്ട് അങ്ങ് പോയി. പിറ്റേ ദിവസം കാക്ക വന്ന് കൊത്തി കൊത്തി ആ വാലങ്ങ് പോയി. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, വല്ലാത്ത വാലാന്ന്. ഇതെല്ലാം കഴിഞ്ഞ് ഇതിന്റെ വാല് പോയി കഴിഞ്ഞപ്പോ ഇവൻ വന്ന് വീണ്ടും വില പറയാൻ, വാല് പോയില്ലേ, അച്ചായ കൊടുക്കുന്നു. അപ്പൊ അച്ചായൻ പറഞ്ഞു, ഇത് ഉളുഹിയയ്ക്ക് പറ്റത്തില്ല. അപ്പൊ ഓൻ പറയാ, അതൊന്നും കുഴപ്പമില്ല, ഞാൻ വേറെ ഒരു വാലുണ്ട് പൊട്ടിച്ചു വെച്ചേരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഒരു വാക്ക് കണ്ണീർ വല്ലാത്തതാ. ഇന്നത്തെ വീട് പണിക്കൊക്കെ എല്ലാം മനോഹരമായിട്ട്, ഇപ്പം വീടിന് നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കേ, പടച്ചവനെ, ഇപ്പൊ നിസ്കരിക്കാൻ തന്നെ ഒരു റൂമുണ്ട് വീട്ടിൽ. ഏത് പുതിയ വീടെടുത്ത് നോക്കിയാലും ആ വീടിന്റെ അകത്ത് നമസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു റൂമുണ്ടോ സഹോദര? നിങ്ങളുടെയൊക്കെ പഴയ കാലത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അങ്ങനെ ഒരു റൂം നിങ്ങളുടെ വീടിന്റെ അകത്ത് ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം ചോദിച്ചതാ, ഇനി ഇതാരും ക്ലിപ്പാക്കിയേക്കരുത്. ഞാൻ ചോദിച്ച ഒരു കാര്യം, അങ്ങനെ ഒരു റൂം പണ്ട് നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു? ഇല്ല. നമ്മുടെ വീടിന്റെ അകത്ത് എല്ലാ റൂമിലും നിസ്കരിക്കുമായിരുന്നു. നമ്മുടെ വീടിന്റെ അകത്ത് ഇപ്പൊ പുതിയൊരു മോഡൽ നിസ്കാര റൂം എന്ന് പറഞ്ഞൊരു റൂം, അതിനകത്ത് വേറെ ആരും കയറാറില്ല, പൊടിയടിച്ച് അവിടെ തന്നെ കിടക്കും. എന്റെ പ്രിയപ്പെട്ടത്, അതുപോലെ അടുക്കള, എത്ര അടുക്കളയുണ്ട്? 3 എണ്ണം. 1 അല്ല 3 എണ്ണം. എന്റെ പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ മഹത്തുക്കൾ പറയുന്നത് വീട്ടിൽ ഒരു അടുക്കളയെ പാടുള്ളതാണ്. കാരണം എന്താ? പണ്ടത്തെ വീടിന്റെ അകത്ത് ചെറിയ അടുക്കള, 4 ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഈ 4 എണ്ണത്തിന്റെ ഭാര്യമാരും ഉമ്മായും കൂടെ ഈ അടുക്കളയിൽ കിടന്നിട്ട് കസേര കളിയാ. ചെറിയ അടുക്കളക്കകത്ത് കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങും, ശരീരം തട്ടും, പാത്രങ്ങൾ എടുത്തും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവരുടെ ചർച്ചകൾ മുഴുവനും ആ അടുക്കളക്കകത്താ. പക്ഷേ അവരാ ഒരു ചെറിയ റൂമിന്റെ അകത്ത് കിടന്ന് കറങ്ങിയപ്പോ അവരുടെ മനസ്സിൽ അസൂയയില്ലായിരുന്നു, കുശുമ്പില്ലായിരുന്നു, അടിയില്ലായിരുന്നു, ബഹളമില്ലായിരുന്നു. മനസ്സുകൾ തമ്മിൽ അടുത്തിരുന്നു. ഇപ്പോഴോ ഒരെണ്ണം ഇവിടെ, ഒരെണ്ണം അവിടെ, ഒരെണ്ണം വെളിയിൽ, എന്നിട്ട് സ്ക്രൂ കൊടുക്കുക, അവസാനം അടിച്ചു പിരിയ. മനസ്സുകൾ അകന്നുപോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇന്നത്തെ വീടുകളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, എല്ലാവരും ഇന്ന് വീട് പണി നടത്തുമ്പോ നിങ്ങൾ ചിന്തിക്കണം സഹോദര, എല്ലാരും കന്നിമൂലയാ നോക്കണേ. ഒരാൾ വീട് പണിയുമ്പോ വേണ്ട നിയമം എന്താണെന്ന് ആദ്യം ഉസ്താദന്മാരോട് ചോദിച്ചു പഠിക്കുക. ഒരാൾ വീട് പണിയുന്ന സമയത്ത്, ഒരു വീട് പണിയുമ്പോൾ ആ വീടിന് ഇസ്ലാം പറയുന്ന നിയമം എന്താ നോക്ക്, അല്ലാതെ ആശാരി പറയുന്ന എന്തിനാ കേൾക്കണേ?
എടാ വീട് അല്ലെങ്കിൽ എഞ്ചിനീയർ പറയുന്ന എന്തിനാ കേൾക്കണേ? നിന്റെ വീടിന്റെ അകത്ത് നിനക്ക് സമാധാനം വേണമെങ്കിൽ അവസാനം വീട് പണിയും, ലക്ഷങ്ങൾ മുടക്കിയിട്ട് വീണു പണിയും, അവസാനം ഏതെങ്കിലും തങ്ങന്മാര് വന്നിട്ട് പറയും ഇടിച്ചു കളഞ്ഞേക്കാൻ. എന്നാൽ ആദ്യം ചോദിച്ചുകൂടെ സഹോദര, ഒരു വീട് പണിയുമെങ്കിൽ ഇസ്ലാം പറയുന്ന 3 കാര്യങ്ങളുണ്ട്, അതാ വേണ്ടത്. അല്ലാതെ കന്നിമൂലയല്ല. വാതിൽ ഇവിടെ വന്നാ കുഴപ്പം, അവിടെ വന്നാ കുഴപ്പം, ഇതിലേ കയറിയാ കുഴപ്പം, എവിടെ കയറിയാലും കുഴപ്പം തന്നെയാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് വന്നതിന് ശേഷം കടന്ന് നെഞ്ചത്തടിക്കാതെ ഏത് കാര്യം ചെയ്യുമ്പോഴും നീ ആലോചിക്ക്. ഞാൻ പറഞ്ഞു വന്നത് യാസീനോദ് സഹോദര, യാസീനോദ്, അള്ളാഹുവിന്റെ ഖുർആനോദ്. മുത്തുനബിയുടെ പൊരുത്തം നിനക്ക് ലഭിക്കും, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹം നിനക്ക് ലഭിക്കും. ഒരാൾ യാസീൻ ഓതിയിട്ട് ദുആ ചെയ്താൽ ആ യാസീൻ ഓതുന്നവൻ എന്താണോ മനസ്സിൽ കരുതിയത് അള്ളാഹു അതവന് കൊടുക്കും. യാസീൻ ഓതിയിട്ടുള്ള ദുആയ്ക്ക് ഉത്തരമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ുള്ളവരെ പടച്ച റബ്ബേ, ദുനിയാവിൽ നിന്നെ വേദനിപ്പിച്ചാലും നിന്നെ പ്രയാസപ്പെടുത്തിയാലും നിനക്ക് സന്തോഷം തന്നില്ലെങ്കിലും ദുഃഖം തന്നാലും എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നാളെ നിനക്ക് അല്ലാഹു ഒരു സന്തോഷം തരുമല്ലോ. അല്ലാഹു നിനക്ക് നാളെ ഒരു സന്തോഷം തരുമല്ലോ. അല്ലാഹു നിന്നെ സന്തോഷിപ്പിക്കുന്നത് സ്വർഗ്ഗം തന്നിട്ടാ. അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ ഈ പള്ളിയുടെ മുന്നിൽ ഒരുമിച്ച് കൂടിയ തടമ്പുള്ളവരും താടിയുള്ളവരും തൊപ്പി ധരിച്ചവരും ഫർദയും ഹിജാബും ഇട്ടുകൊണ്ട് കയ്യിൽ തസ്ബീഹും പിടിച്ചു നിൽക്കുന്നവമ്മ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം തുറക്കുന്നതാരാ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ആ പ്രവാചകന്റെ പുറകിലതാ മറ്റുള്ള പ്രവാചകന്മാർ, അവിടുത്തെ സ്വഹാബത്ത്, താബിഈങ്ങള്, തബഉ താബിഈങ്ങള്, ഇമാമുമാര്, ഔലിയാക്കന്മാര്, സയ്യിദന്മാര്, പണ്ഡിതന്മാര്, അല്ലാഹു ആദരിച്ചവർ മുഴുവനും കടന്നു പോകുന്ന പടച്ച റബ്ബിന്റെ സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാൻ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എന്താണ് ചെയ്തു വെച്ചിട്ടുള്ളത്? ആ സ്വർഗ്ഗത്തിൽ പോകാൻ എന്റെ കഥയാണ്. ആ സ്വർഗ്ഗത്തിൽ പോകാൻ നിന്റെ കയ്യിൽ എന്ത് അമലാണ് ഉള്ളത്? ഒരമലുമില്ലല്ലോ. ഈ പള്ളിയുടെ മുന്നിൽ ഇരിക്കുന്നവര് ഇശാ നമസ്കാരം ഈ പള്ളിക്കകത്ത് കഴിഞ്ഞല്ലോ. ഇമാമിന്റെ പുറകിൽ നിന്നുകൊണ്ട് നീ എന്തൊക്കെയോ കാണിച്ചല്ലോ. ആ നമസ്കാരമെങ്കിലും നിനക്ക് പറയാൻ കഴിയുമോ? ഈ പള്ളിക്കകത്ത് നിന്ന് നമസ്കാരം കഴിഞ്ഞ ഓരോ മനുഷ്യനും അല്ലാഹുവിന്റെ റസൂലാണ് പറയുന്നത്, ഒരു മനുഷ്യൻ നമസ്കാരം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ, അല്ലാഹുവിന്റെ മലക്കുകൾ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, മനുഷ്യ, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്, നിന്റെ പേര് സ്വർഗ്ഗത്തിന്റെ മുന്നിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ. നമസ്കാരം കഴിഞ്ഞ് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യനെ മുസാഫഹത്ത് ചെയ്തിട്ട് അവന് സന്തോഷ വാർത്ത പറഞ്ഞു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ ചിലന് നമസ്കാരപ്പായിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ കരയുകയാ, മലക്കുകൾ ശപിക്കുകയാ. എടാ വൃത്തികെട്ടവനെ, എടാ നശിച്ചവന്, എടാ നരകത്തിന്റെ അവകാശിയേ, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നീ വലിച്ചെറിഞ്ഞല്ലോടാ. സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള അവസരം നീ പാഴാക്കിയല്ലോ. പടച്ചവനെ, നരകത്തിന്റെ മലക്കുകളെ പടന്ന് പറയുകയാണ്, അടുത്ത വഖത്തിന് മുമ്പെങ്ങാനും നീ തൗബ ചെയ്യാതെ മരിച്ചു പോയാ നീ നരകത്തിന്റെ അവകാശിയാണെന്ന്. അതാ പള്ളിയിൽ നിന്ന് മുസല്ലയിൽ നിന്ന് എഴുന്നേൽക്കുന്ന മനുഷ്യരോട് മലക്കുകൾ പറയുമെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ പള്ളിയുടെ മുന്നിൽ നമസ്കരിച്ചിട്ടിരിക്കുന്ന മുസ്ലിമേ, നിനക്ക് പറയാൻ കഴിയുമോ നീ സ്വർഗ്ഗത്തിന്റെ അവകാശിയാണ്
റാസിയാണെന്ന് പറയാൻ കഴിയുമോ? അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നോട് സന്തോഷ വാർത്ത പറഞ്ഞെന്ന് പറയാൻ കഴിയുമോ? കാരണം നിനക്ക് തന്നെ അറിയാ നിന്റെ നമസ്കാരം അല്ലാഹു സ്വീകരിച്ചിട്ടില്ലെന്ന്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹു നിന്നെ എന്തിനാണ് കണ്ണുനീര് കുടിപ്പിക്കുന്നത്? അല്ലാഹു നിനക്ക് മക്കളെ തരാത്തത്, അല്ലാഹു നിനക്ക് രോഗങ്ങൾ തരുന്നത്, അല്ലാഹു നിന്നെ വേദനിപ്പിക്കുന്നത്, അല്ലാഹു നിനക്ക് വീട് തരാത്തത്, നിന്റെ കച്ചവടം മുഴുവനും തകർക്കുന്നത്, സാമ്പത്തികമായി നഷ്ടം തരുന്നത്, അല്ലാഹു നിനക്ക് കടം തരുന്നത് എന്തിന്റെ പേരിലെന്നറിയുമോ? നിനക്ക് സ്വർഗം തരാനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹു തന്നെയല്ലേ പറഞ്ഞത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു അടിമ എങ്ങനെയാണ് പരീക്ഷിക്കുന്നതെന്ന്? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പോലും അവിടുന്ന് ഓരോന്നായി എണ്ണി എണ്ണി പറഞ്ഞു തന്നിട്ടുണ്ട്. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖസിം മിനൽ അംവാലി വൽഅൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഞാൻ ഒരു അടിമയെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ അവനെ എങ്ങനെ പരീക്ഷിക്കും, ഞാൻ എങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അള്ളാഹു തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, എല്ലാവരുടെയും ഒരു പരാതിയാണ്, ഉസ്താദെ എന്ത് ചെയ്താലും നേരെയാകുന്നില്ല. 2 നില വീടുണ്ട്, കിടന്നാൽ ഉറക്കം വരുന്നില്ല. ആവശ്യത്തിന് സമ്പത്തുണ്ട്, തിന്നാ വയറ് നിറയുന്നില്ല. സഞ്ചരിക്കാൻ വാഹനമുണ്ട്, എന്നാൽ സുന്ദരിയായ ഒരു പെണ്ണിനെ മഹർ കൊടുത്ത് വിവാഹം കഴിച്ചിട്ടുണ്ട്, തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. 3-4 മക്കളുണ്ട്, കണ്ണിന് കുളിർമയുണ്ടാകുന്നില്ല, സമാധാനമില്ല. എന്തേ അതിന്റെ കാരണം? ബറക്കത്തില്ല. ഏത് കാര്യം എടുത്തു നോക്കിയാലും ബറക്കത്ത് കിട്ടുന്നില്ല. ഏത് കച്ചവടം തുടങ്ങിയാലും ബറക്കത്തില്ല. എന്തേ അതിന്റെ കാരണം? ഈ ബറക്കത്ത് എന്ന് പറയുന്ന സാധനം ബറക്കത്ത് എന്ന് പറയുന്ന കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടണതല്ല. ബറക്കത്ത് എന്ന് പറയുന്ന സാധനം അത് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നതല്ല. അത് അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്നതാ. അള്ളാഹു നമുക്ക് ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉറക്കെ ആമീൻ പറ, ആമീൻ പറ. അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ബറക്കത്ത് എങ്ങനാ ബറക്കത്ത് കിട്ടുന്നത്? ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ഇപ്പൊ വീട് വെക്കാൻ തുടങ്ങി, ഒരാള് വീട് വെക്കാൻ തുടങ്ങി, ഒരാള് കട തുടങ്ങാൻ തുടങ്ങി, എന്തെങ്കിലും ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങി. എന്ത് ചെയ്യേണ്ടത്? ചുമ്മാ ചാടിക്കേറി ചെയ്താ പോരാ. ഒരാള് വീട് വെക്കാം, ഇങ്ങോട്ട് നോക്ക്, ഒരാൾ ഇവിടെ വീട് വെക്കാൻ തുടങ്ങി. ഇപ്പൊ നമ്മുടെ ജമാഅത്തിന്റെ ഖജാൻജി ഇല്ലേ, നൗഫലിനെ കാണുന്ന കാലം തൊട്ടേ ഞാൻ പറയടാ, പൊന്നാര ചങ്ങാതി ഒരു വീട് കെട്ടടാണ് എന്ന് കാണുമ്പോ അള്ളാഹു അവന് നല്ലൊരു ഭവനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നൗഫലിന്റെ വീട് പണി പെട്ടെന്ന് തുടങ്ങിയ കണക്കട്ടാ, അൽഹംദുലില്ലാഹ്. അള്ളാഹു അവന്റെ ഉമ്മയ്ക്ക് ആഫിയത്തും ദീർഘായുസും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പൊ ഒരാൾക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ട്, ഒരാൾക്ക് വീട് പണിയണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ആദ്യം ചെയ്യേണ്ടത് എന്താ? പറ ചങ്ങാതി, ആദ്യം ചെയ്യേണ്ടത് എന്താ? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ, എന്ത് ചെയ്യണം? പറ മനുഷ്യ. ആദ്യം ഒന്നും വേണ്ട, ഈ പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തു വാങ്ങാൻ കമ്മിറ്റി തീരുമാനിച്ചു. അവരാദ്യം ചെയ്യേണ്ടത് എന്താ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? വെടി കൊണ്ടതുപോലെ ഇരിക്കാതെ പറ. അതിന്റെ ഉടമയോട് പോയി ചോദിക്കണില്ലേ? പറ, എന്താ ചെയ്യണ്ടേ? ഇതെന്താ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണേ? എന്ത് ചെയ്യണ്ടേ? ഒരാള് ഈ കാണുന്ന വസ്തു വാങ്ങാൻ ജമാഅത്തിന്റെ കമ്മിറ്റി തീരുമാനിച്ചു. ഉടനെ കമ്മിറ്റി പൊതുയോഗമാണോ വിളിക്കണ്ടേ? അതോ വീട്ടുടമയാണോടാണോ ചോദിക്കണ്ടേ? പൈസ ഉണ്ടോന്നാണോ നോക്കണ്ടേ? എന്ത് ചെയ്യണ്ടേ? ഏതൊരു കാര്യവും ചെയ്യാൻ തുടങ്ങുമ്പോ ആദ്യം ചെയ്യേണ്ടത് എന്താ? എന്തുകൊണ്ടാ മോനെ നീ വീട് വെച്ചിട്ട് സമാധാനമില്ലാത്തത്? നീ വീട് വെക്കാൻ തുടങ്ങിയപ്പോ ആദ്യം പോയി നോക്കിയത് എഞ്ചിനീയറിയാ, പിന്നെ ആ വസ്തു എടുത്തേ.
ഒരു വീട് വെക്കാനുള്ള ആഗ്രഹം വന്നപ്പോ വസ്തു വാങ്ങിയില്ല, എഞ്ചിനീയറെ നോക്കിയില്ല, പണമുണ്ടോ നോക്കിയില്ല. ആദ്യം തന്നെ നിന്റെ മനസ്സിൽ 5 ബെഡ്റൂം വേണം, 4 ബാത്റൂം വേണം, 3 അടുക്കള വേണം, 2 നില വേണം. നീ പ്ലാൻ വരച്ചു ഹൃദയത്തിൽ. ഒരു കട തുടങ്ങണമെന്ന് തീരുമാനിച്ചു. പടച്ചവനപ്പം തന്നെ എന്നെ ബിസിനസ് തുടങ്ങണം, നല്ല പൈസ ഉണ്ടാക്കണം, അവിടെ നിന്നെടുക്കണം, ഇവിടെ നിന്നെടുക്കണം. നീ തീരുമാനിച്ചു എങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താ? ചെയ്തോ ഇല്ലയോ ഇത് ചിന്തിക്ക്. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വരെ അവന് നഷ്ടമല്ല, ലാഭമേ ഉള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ചെയ്തിട്ടില്ലയോ ഖത്തം ഹോഗയ, അതിന്റെ കാര്യം പോയി. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറഞ്ഞതല്ല, അള്ളാഹ് പറഞ്ഞതാ. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യമാ. ആദ്യം എന്തേ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ളവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വരികയാണ്. പടച്ചവനെ, മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഞാൻ ഇവിടെ ഒരു കച്ചവടം തുടങ്ങാൻ പോവുകയാണ്. ഞാനൊരു പുതിയ സംരംഭം തുടങ്ങാൻ പോകുകയാണ്. ഞാൻ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടത്? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് ചോദിക്കുമ്പോ കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ഇദാ ഹമ്മ അഹദുകും ബിൽ അംരി ഫൽയുസല്ലി റകഅതൻ മിൻ ദൂനിൽ ഫരീള. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുക്കുകയാ, എന്റെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് സ്വന്തമായിട്ടൊരു വീട് വെക്കാൻ തീരുമാനമെടുക്കുമ്പോ, അതാ പടച്ചവനെ, ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനമെടുക്കുമ്പോ, അതാ ഒരു പെണ്ണ് കെട്ടാ തീരുമാനമെടുക്കുമ്പോ, ഏതെങ്കിലും ഒരു കാര്യം നീ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് എന്തേ ചെയ്യേണ്ടതെന്ന് ലോകത്തിന്റെ നേതാവിന്റെ ചാരത്ത് വന്നൊരു അനുചരം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറഞ്ഞു കൊടുത്തു, സ്വഹാബാ, ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്തെന്നറിയുമോ? പള്ളിയുടെ മുന്നിൽ കിടക്കുന്ന വസ്തുവുണ്ടല്ലോ, അത് പള്ളിക്ക് വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കമ്മിറ്റിക്കാര് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? പൈസയുണ്ടോ എന്ന് നോക്കലല്ല, പടച്ചവനെ വീട്ടുകാരോട് ചോദിക്കലല്ല, കമ്മിറ്റി കൂടി തീരുമാനിക്കലല്ല. ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യണേ. മോനെ, കച്ചവടം തുടങ്ങുന്നതിന് മുമ്പ് നീ ആദ്യം ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ പറയുകയാ, നിനക്കറിയില്ല ഇത് ഖൈറാണോ ഇത് ശർറാണോ? ഒരു കച്ചവടം തുടങ്ങിയാൽ ഇതുകൊണ്ട് നീ നേരെയാകുമോ? നിന്റെ സമ്പത്ത് മുഴുവനും തകർന്നു പോകുമോ? നീ നഷ്ടത്തിലാകുമോ? ഇത് കാരണം നിന്റെ കുടുംബത്തിൽ പട്ടിണി ഉണ്ടാകുമോ? ഖൈറും ശർറും നിനക്കറിയില്ലല്ലോ. അതുകൊണ്ട് നീ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്താ? ഉദുവെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കട്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനോട് പറയണം, അല്ലാഹുവേ, അല്ലാഹുവേ, ഞാനൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങുന്നു. അല്ലാ, ഇത് നല്ലതാണോ മോശമാണോ എനിക്കറിയില്ല, നിനക്കറിയാം പടച്ചവര്. അല്ലാഹുവേ, നല്ലതാണെങ്കിൽ ഇത് എളുപ്പത്തിൽ നടത്തി തരണേ അല്ലാ, ഇത് എളുപ്പത്തിലാക്കണേ തമ്പുരാറ്. ഇത് നല്ലതല്ലെങ്കിൽ എനിക്ക് നീ തടസ്സങ്ങൾ തരണേ അല്ലാ, എന്നെ രക്ഷപ്പെടുത്തണേ അല്ലാ എന്ന് നീ നമസ്കരിച്ച് ദുആ ചെയ്യണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് ചോദിക്കണം, ഇത് നല്ലതാണോ മോശമാണോ? അള്ളാന്റെ ഭാഗത്ത് നിന്ന് തീരുമാനമുണ്ടാകും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. നെഞ്ചത്ത് കൈവച്ചിട്ട് ചിന്തിക്കുക, പടച്ചവനെ നിസ്കരിച്ചില്ലല്ലോ അല്ലാഹ്,
നിനക്കറിയില്ല ഇത് നല്ലതാണോ മോശമാണോ, അത് അള്ളാഹ്ക്ക് അറിയത്തുള്ളൂ. അപ്പൊ നല്ലതാണെങ്കിൽ അള്ളാഹ് നേരിട്ടൊന്നും വരൂല, നല്ലതാണെങ്കിൽ അള്ളാഹു നേരിട്ട് വന്ന് പറഞ്ഞു തരാൻ പറ്റൂല. അള്ളാഹു എന്ത് ചെയ്യും? നീ തട്ടുന്ന വഴികളെല്ലാം അള്ളാഹു തുറന്നു തരും, എളുപ്പമാക്കി തരും. തടസ്സങ്ങൾ കണ്ടാ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നല്ലതല്ല. എന്തെങ്കിലും തടസ്സങ്ങൾ വന്നു തുടങ്ങുമ്പോൾ നീ മനസ്സിലാക്കിക്കൊള്ളണം ഇത് നല്ലതല്ല, ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാതെ ആരോടും ചോദിക്കാതെ പറയാതെ പോയി ഒരു കച്ചവടം തുടങ്ങി അവസാനം യത്തീംഖാനയിലാകുമ്പോ വീട്ടിൽ വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. എല്ലാം നഷ്ടപ്പെട്ടു പോയി, കൊത്തുവാള എടുത്തിട്ട് നിലവിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. അവസാനം ഒന്നും പറ്റാത്ത അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ പെട്ടുപോയി കിടക്കുന്ന സമയത്ത്, ആ സമയത്ത് വിളിക്കാൻ ആരെ കൊണ്ടും പറ്റും? ഫിറഔൻ വിളിച്ചില്ലേ? എന്റെ പൊന്നാര ചങ്ങാതിമാരെ, പെടുമ്പോ എല്ലാണം വിളിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം എടാ ഫിറഔന്റെ മുന്നിൽ പോയിട്ട് പറഞ്ഞു, എടാ നീ അല്ല ദൈവം, അല്ലാഹ് ഉണ്ടെടാ, വിശ്വസിക്കടാ. പറ്റൂല. അവസാനം ചെങ്കടലിന്റെ അകത്ത് മുങ്ങി ചാകുമ്പോ എന്തേ പറഞ്ഞേ? ഖുർആനെടുത്ത് നോക്ക്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊണ്ട അവൻ അവസാനം വെള്ളത്തിന്റെ അകത്ത് മുങ്ങി ചാകാൻ പോകുമ്പോ വിളിച്ചു, മൂസാ നീ പറഞ്ഞു തന്നെ ശരിയെന്ന്. അപ്പൊ വിളിച്ചിട്ട് കാര്യമില്ല, ചെളിവാരി വായിക്കാത്തിട്ടു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ എന്ത് കാര്യത്തിലും ബർക്കത്തുണ്ടാകണമെങ്കിൽ നീ ഒന്നാമത് ചെയ്യേണ്ട കാര്യം, ആദ്യം എഞ്ചിനീയറെ അല്ല കാണേണ്ടത്, അള്ളാനെ കാണാൻ. അള്ളാഹുടെ മുന്നിൽ വെക്ക്. 1-2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹുവിന്റെ മുന്നിലേക്ക് വെക്കണം. അത് നല്ലതാണോ മോശമാണോ അള്ളാഹുവിനോട് ചോദിക്കണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോൾ രണ്ടാമത്തെ കാര്യം എന്താ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രവാചകനാണ് പറഞ്ഞു തരുന്നത്. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആലോചിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്താ? ഇന്നത്തെ ചെറുപ്പക്കാർക്കില്ലാതെ പോയ കാര്യമാണ്. ചില മക്കൾക്ക്, ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇല്ലാതെ പോയ ഒരു കാര്യമാണ്. ഇത് ഞാനല്ല പറഞ്ഞത്, അല്ലാഹുവാടാ. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, 114 അധ്യായങ്ങൾ കാണാം. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളുണ്ട്. ആ 114 സൂറത്തുകളിലെ ഒരു സൂറത്തിന്റെ പേരെന്തെന്നറിയുമോ? സൂറത്തു ശുഅറാ. ശുഅറാ എന്ന് പറയുന്ന ഒരു അധ്യായം തന്നെ കാണാം. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തീരുമാനിക്കുമ്പോൾ ഒരു മനുഷ്യന് വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മോനെ, അറിവുള്ളവരോട് ചോദിക്കണേടാ ചെറുപ്പക്കാരാ. ഇതിനെക്കുറിച്ച് നീ മുസാവറ ചെയ്യണേ. ഇതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കടാ പൊന്നുമോന്. നിന്റെ വാപ്പയോട് നീ ചോദിക്കണേ. എടാ, ഏതെങ്കിലും പടച്ചവനെ ഒരു ബിസിനസ് തുടങ്ങാൻ തീരുമാനിക്കുമ്പോ അതിനെക്കുറിച്ച് അത് ചെയ്ത് പരിചയമുള്ളവരോട് നീ ചോദിക്കണം. അതിനെക്കുറിച്ച് അറിയുന്നവരോട് നീ ചോദിക്കണേ. ഇത് പറഞ്ഞത് ഞാനല്ല, ആരാ കാണിച്ചു തന്നതെന്നറിയുമോ? അങ്ങനെ ചോദിക്കണമെന്ന് പറഞ്ഞു തന്നതാരാ? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച പടച്ച റബ്ബുണ്ടല്ലോ. അല്ലാഹുവാണ് മാതൃക കാണിച്ചു തന്നത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്. വൈദു ഖുൽനാ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നിങ്ങൾ എടുത്ത് നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ, എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചപ്പോ, വഇദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജായിലു ഫിൽ അർളി ഖലീഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. തന്റെ മലക്കുകളെ മുഴുവനും വിളിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് അല്ലാഹു മലക്കുകളോട് ചോദിക്കുന്നു, മലക്കുകളെ, മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ ഞാൻ സൃഷ്ടിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുവിന് ചോദിക്കേണ്ട കാര്യമുണ്ടോ മനുഷ്യ? അല്ലാഹുവിനെ മലക്കുകളെ വിളിച്ചിട്ട്, മലക്കുകളെ, ഞാൻ മനുഷ്യനെന്ന് പറയുന്ന ഒരു വിഭാഗത്തെ സൃഷ്ടിക്കാൻ പോകുകയാ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് അല്ലാഹുവിന് ചോദിക്കേണ്ട ഒരാവശ്യവുമില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യൻ എന്ന് പറയുന്ന എന്നെയും നിങ്ങളെയും സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോ അല്ലാഹു മലക്കുകളെ വിളിച്ചിട്ട് ചോദിച്ചു, മലക്കുകളെ, ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു, നിങ്ങളുടെ അഭിപ്രായം എന്താ? അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലാഹുക്ക് ചോദിക്കേണ്ട വല്ല കാര്യമുണ്ടോ? എന്തേ മലക്കുകൾ പറഞ്ഞത്? വേണ്ട പടച്ചവനെ. അല്ലാഹുവിനോട് മലക്കുകൾ പറഞ്ഞു, വേണ്ട പടച്ചവനെ, മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗത്തെ നീ സൃഷ്ടിക്കേണ്ട പടച്ചവനെ. അപ്പോഴും അല്ലാഹു പറഞ്ഞത്, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ പലതുണ്ട്. അല്ലാഹു മലക്കുകളോട് പറഞ്ഞത്, നിങ്ങൾക്കറിയാത്തത്, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിയാത്ത പലതും എനിക്കറിയാം. അനുകൂലമായിട്ടല്ല മലക്കുകൾ മറുപടി പറഞ്ഞത്. അല്ലാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നിട്ടും അറിവുള്ള അല്ലാഹ് ചോദിച്ചത് എന്തിനാ? എനിക്ക് നിങ്ങൾക്കും പഠിക്കാൻ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹുവിന് മലക്കുകളോട് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. കാരണം മലക്കുകൾക്ക് അതിനെ കുറിച്ച് അറിയില്ല എന്ന് അല്ലാഹുക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ടും അല്ലാഹു, ഞാൻ എങ്ങനെ അല്ലാഹ് അവന്റെ അടുത്ത് പോയിട്ട് അതിനെ കുറിച്ച് ചോദിക്കുക? ഈഗോ അല്ലേ? ഞാൻ എങ്ങനാടാ പള്ളിയിൽ അത്തീബിന്റെ അടുക്ക പോയിട്ട് ഉസ്താദ് പെണ്ണ് കെട്ടാൻ പോവാ അല്ലെങ്കിൽ അത് ചെയ്യാൻ ചോദിക്കണേ? എങ്ങനെ? എന്തിനാ ചോദിക്കുന്നത്? ഈഗോ. എന്നാൽ പടച്ചവനെ, നിന്നെക്കാലം പാവപ്പെട്ട ഒരുത്തിന് ഇവിടെ ഉണ്ട്. പണ്ട് മുതലേ കച്ചവടം സൂപ്പർ മാർക്കറ്റ് നടത്തുന്നവനാ. കാക്ക പോയിട്ട് ഒരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാ വിജയിക്കുമോ? എങ്ങനെ ചോദിക്കും? നിന്നെക്കാലം താഴ്ന്നവനല്ലേ? മടി. എന്നാൽ അല്ലാഹ് അങ്ങനല്ല. അല്ലാഹ് ആ മാതൃക കാണിച്ചു തന്നത്, നീ എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നീ മുഷാവറ ചെയ്യണം. അറിയുന്നവരോട് നീ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ ചെയ്തോ? മുഷാവറ ചെയ്തിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും? എന്തെങ്കിലും കാര്യം ആരാപ്പ? ഏത് ചെറുപ്പക്കാരനാടാ പെണ്ണ് കെട്ടുന്ന സമയത്ത് പാപ്പാനോട് മുഷാവറ ചെയ്തത്? കാരണവന്മാരോട് മുഷാവറ ചെയ്തത്? എവിടെ മുഷാവറ ചെയ്യാൻ? റോഡിന്റെ സൈഡിൽ നിന്നവള് കൈ കാണിച്ചപ്പോ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന്. എന്ത് മുഷാവറ? എന്ന് മുഷാവറ? പെണ്ണ് കെട്ടിയിട്ട് വാപ്പാടുത്ത് പോയിരിക്ക. വാപ്പ ഇങ്ങനെ നോക്കുമ്പോ തന്റെ മകന്റെ ബെഡ്റൂമിന്റെ മുന്നിൽ കൂടെ നടന്നു പോകുമ്പോ അതിനകത്ത് ബദർ നടക്ക, ബദർ യുദ്ധം, പെണ്ണും പിള്ളയും ഭർത്താവിനും കൂടെ. തന്റെ മോനെ വരച്ച വരെ നിർത്ത. ഉമ്മ നോക്കുമ്പോ ഇന്നലെ കേറി വന്ന വിളിച്ച ഇങ്ങോട്ട് വായിച്ച അങ്ങോട്ട് വായിച്ച ഇട്ട് തട്ട. ഉമ്മ ഇങ്ങനെ നടക്ക. പടച്ചോനെ, എന്ത് പറയാനൊന്നും പറ്റൂലല്ലോ. അപ്പൊ മോൻ ഇങ്ങനെ ഉമ്മാനെ നോക്കും. എങ്ങനെ നോക്കാതിരിക്കും? റോഡിന്റെ ചാരത്ത് നിന്നപ്പോ ആര് പറഞ്ഞു വിളിച്ചോണ്ട് വരാ? എടാ, പണ്ടൊക്കെ ചെറുപ്പക്കാരൊക്കെ, പണ്ടുള്ള ആൾക്കാര് പെണ്ണ് കാണാൻ പോകുമ്പോ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോകും. ബോധമുള്ള ആരെങ്കിലും. വീട്ടിൽ നിന്ന് പ്രായമുള്ള വാപ്പാനെ കൊണ്ടുപോയില്ലെങ്കിലും അനുജന്മാര്, വാപ്പാടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഉമ്മാടെ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള ആരെയെങ്കിലും പെണ്ണ് കാണാൻ പോകുമ്പോ കൊണ്ടുപോകും. എന്തിന്? വിവരമുള്ളവരെ കൊണ്ടുപോകാൻ. ഇന്ന് അങ്ങനല്ല. രണ്ട് മലക്കുകളെ വിളിച്ചുകൊണ്ട് പോകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇന്നത്തെ ചെറുപ്പക്കാര് പെണ്ണ് കാണാൻ പോണ കോലങ്ങന്നറിയോ? രണ്ട് ചങ്ങാതിമാരെ വിളിക്കും. രണ്ട് ചങ്ങാതിമാരെ വിളിച്ചിട്ടാ പെണ്ണ് കാണാൻ പോകുന്നേ. ഒരുങ്ങി ഇറങ്ങുമ്പോ ഇതിലെ പുതിയാപ്പിള ആരാന്ന് നോക്കണം. കാരണം രണ്ട് മക്കളുള്ളവനും സെറ്റപ്പ് ആയിട്ടാ നിക്കണേ. അങ്ങനെ രണ്ടുപേരും കൂടെ ഏതെങ്കിലും ഒരു വീട്ടിൽ 3 പേരും കൂടെ പെണ്ണ് കാണാൻ പോയി. പെണ്ണ് കാണാൻ പോകുമ്പോ പെണ്ണിന്റെ വാ മക്കളെ അല്ലാഹ് വാ വിളിച്ചകത്തേക്ക് കയറ്റിയിരുത്തി. അൽഹംദുലില്ലാ, അവസാനം പെണ്ണിങ്ങനെ ചായയും വെള്ളമായിട്ട് വരിക. ചായയും വെള്ളമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇതാ മോളെ പുതിയ അപ്പള കൊണ്ടുവന്ന് ചായ അങ്ങോട്ട് കൊടുക്കും. ചായ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോ ഇങ്ങനെ നോക്കും പെണ്ണിനെ. പുതിയ പയ്യൻ ഇങ്ങനെ പെണ്ണിനെ നോക്കും. എന്നിട്ട് വലത്തേക്കും ഇടത്തേക്കും ഒന്ന് സലാം പറയണ പോലെ നോക്കും. ഇവൻ പെണ്ണിനെ നോക്കിയിട്ട് ഇവൻ വലതുഭാഗത്തേക്കും ഇടതുഭാഗത്തേക്കും നോക്കും. അളിയ കൊള്ളാവോ അളിയാ? ആരോട്? കൂടെ 2 മലക്കളെ കൊണ്ടുപോയില്ലേ? ഇവന്മാരോട് ചോദിക്കും കൊള്ളാവോടാന്ന്. ഒരു MRI സ്കാനിങ് ആവൻ. ഇങ്ങനെ ഒരു നോട്ടുണ്ട്. അടുത്തിരിക്കണ കൂട്ടുകാരെ ഇങ്ങനെ തല മുതൽ കാല് വരെ നോക്കും. എന്നിട്ട് പറയും, ചിലപ്പം പറയും സെറ്റപ്പാ എടുത്തോളെ. അപ്പോഴേ സമ്മതിക്കും. ഇതാ ഇന്നത്തെ കല്യാണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പിന്നെ കണ്ണീര് കുടിച്ചിട്ടല്ലേ കാര്യമുള്ളൂ. എന്നാ പണ്ടങ്ങനല്ല. വാപ്പായിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്നാ മക്കള് പറയുമായിരുന്നു, ഉമ്മ നിങ്ങൾ പോയി നോക്ക്. കാരണം എന്നെക്കാലം നല്ലതുപോലെ തെരഞ്ഞെടുക്കാൻ നിങ്ങൾക്കറിയാം. വാപ്പയും ഉമ്മയും കൂടപ്പുറപ്പുകളും പോയി കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അൽഹംദുലില്ലാ, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു സഹോദര. ഇന്ന് അങ്ങനല്ല. ഇന്ന് വാപ്പായ്ക്ക് മോളെ കെട്ടിച്ചു കൊടുക്കാൻ പോലും ഇല്ല. പണ്ടൊക്കെ ഇന്നത്തെ പെണ്ണുങ്ങൾ ആലോചിച്ചിരിക്കണ പ്രായമുള്ളവരൊക്കെ, നിങ്ങളൊക്കെ വീട്ടിലേക്ക് പെണ്ണ് കാണാൻ പോയ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കെ. സ്കൂളിൽ നിന്ന് ഇങ്ങനെ ചിരിച്ചും കളിച്ചും വീട്ടിലേക്ക് കയറി വന്നപ്പോ പാപ്പ പറഞ്ഞു, ആമിന മോളെ ആമിന, ഇതാണ് പുതിയ അപ്പളാട്ടാ, കല്യാണമൊക്കെ ഉറപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞ് ഒരു കരച്ചിൽ. അവള് 2 ദിവസം കഴിഞ്ഞ് കെട്ടിച്ചു വിട്ടു, ജീവിച്ചു. അടിയുമില്ല, വഴക്കുമില്ല, ബഹളവും ഇല്ല. ഇന്ന് പെൺമക്കൾ ഇങ്ങനെ ഇരിക്കും. പാപ്പ വരുമ്പോ പറയും, അതെ ഞാൻ ഒരുത്തനെ നോക്കി വെച്ചിട്ടുണ്ട്, എനിക്ക് കെട്ടിച്ചു തരണം.
അതെങ്ങനാ മോളെ, അവൻ നമ്മുടെ ജാതി അല്ലല്ലോ, അല്ലെങ്കിൽ അവൻ അങ്ങനെ ശാല് ശരിയല്ലല്ലോ. എനിക്കൊന്നും കേൾക്കണ്ട, കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോകും. ഇതാ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഏതൊരു കാര്യവും മുഷാവറ ചെയ്യും, അഭിപ്രായങ്ങൾ ചോദിക്ക്. ഏതൊരു കാര്യങ്ങളും നിങ്ങൾ അഭിപ്രായം ചർച്ചകൾ ചെയ്യ, അറിയുന്നവരോട് ചോദിക്ക്. ചെറുപ്പക്കാരായി എടുത്ത് ചാടല്ലേടാ. ഏത് കാര്യം ചെയ്താൽ അതിനകത്ത് ബർക്കത്തില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, ഇത് നിങ്ങൾ വഅലായിട്ട് കാണണ്ട, ഒരു ക്ലാസ് ആയിട്ട് കണ്ടാ മതി. അല്ലാഹുവേ, ഇന്നലെ മഹാനായ കുമ്മന ഉസ്താദ് നല്ല വഅദ് പറഞ്ഞു തന്നല്ലോ. ഇന്ന് ഞാൻ വഅദല്ല പറയുന്നത്, ജീവിതത്തിൽ പ്രയോജനമുള്ള ഒരു നസീഹത്താണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ നിനക്കത് നന്നാകണമെന്ന് ആഗ്രഹമുണ്ടോ? അതിലൂടെ നിനക്ക് വിജയം വേണമെന്ന് ആഗ്രഹമുണ്ടോ? നിനക്ക് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, നിങ്ങൾ പരസ്പരം മുശാവറ ചെയ്യണേ, അറിവുള്ളവരോട് ചോദിക്കണേ, കാരണവന്മാരോട് ചർച്ച ചെയ്യണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ വിശദീകരിക്കുന്നില്ല. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? ബർക്കത്ത് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ സഹായം നിനക്ക് വേണമെങ്കിൽ, അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നോക്കണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നീ ചെയ്യുന്ന കാര്യത്തില് അല്ലാഹുവിന്റെ തൃപ്തിയുണ്ടോ എന്ന് നോക്കണേ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോ, ചെയ്യാൻ തീരുമാനിക്കുമ്പോ നീ ചിന്തിക്കണം, പടച്ചവര്, ഈ കച്ചവടം ചെയ്യുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഇത് അല്ലാഹുവിന് ഇഷ്ടമാണോ? ഇത് ചെയ്താൽ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകുമോ? ഇതിൽ അല്ലാഹുവിന്റെ തൃപ്തി ഉണ്ടാകുമോ? അല്ലാഹുവിന്റെ തൃപ്തി നീ വാങ്ങണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ബർക്കത്ത് വേണമെങ്കിൽ വേണ്ട മൂന്നാമത്തെ കാര്യം എന്താ? എടാ, അല്ലാഹുവിന്റെ തൃപ്തി വാങ്ങടാ. പൊന്നു പെങ്ങള്, പടച്ച റബ്ബിന്റെ തൃപ്തി വാങ്ങ്. അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള എളുപ്പ വഴി എന്താ? അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കാനുള്ള എളുപ്പ വഴി എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, ഹുബ്ബുൽ ഫുഖറാ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് വ്യക്തമായി പറഞ്ഞു തരികയാ. ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള വഴി എന്താ? പടച്ചവനെ, എന്റെ പ്രിയപ്പെട്ട മക്കളോ പരീക്ഷ എഴുതാ സ്കൂളിലേക്ക് പോകുമല്ലോ. 10ാം ക്ലാസിന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, +1ന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, MBBSന്റെ പരീക്ഷയ്ക്ക് പോകുമ്പോ, ഏതെങ്കിലും ഒരു ജോലിയുടെ ഇന്റർവ്യൂവിന് പോകുമ്പോ, ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം എന്തെന്നറിയോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ തൃപ്തി നീ നേടണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ തൃപ്തി വേണം. ഒറ്റ ഉദാഹരണം ഞാൻ ചോദിക്കാം. പണ്ടൊക്കെ കാലഘട്ടം, നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു. നമ്മുടെ വീട്ടിൽ ഒരു തെങ്ങ് വെച്ചു. ആ തെങ്ങിൽ തേങ്ങ കിളിച്ചു. ആദ്യത്തെ തേങ്ങ അള്ളാന്റെ പള്ളിക്ക്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഒരു കൊല വെച്ച്, എന്തിന്? ഒരു കോഴി മുട്ട വെച്ച് വിരിഞ്ഞു. ഒരു കോഴി പള്ളിക്ക്. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്ന സഹോദര. ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. പരീക്ഷയ്ക്ക് പോകുമ്പോ ഈ കുട്ടികൾ പള്ളിയുടെ വഞ്ചിപ്പെട്ടി, മുസ്ലിം മക്കൾ ഇടത്തില്ല കേട്ടോ, അത് പോട്ടെ, മറ്റുള്ളവർ അമ്പലം കാണുമ്പോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാണുമ്പോ ഒരു 10 രൂപ ഇട്ടേക്കും, ഒരു സദക്ക. എന്തിന്? അള്ളാന്റെ സഹായം കിട്ടാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. നീ കട തുടങ്ങിയപ്പോ ആർക്കാ സദക്ക കൊടുത്തത്?
നീ വീട് വെച്ചപ്പോ ആർക്കാ സദക്ക കൊടുത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയുടെ വഞ്ചിപ്പെട്ടിയിൽ ഒരു 10 നയാ പൈസ നീട്ടോ, അല്ലെങ്കിൽ പള്ളിയിലെ ഉസ്താദിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഒരു 10 രൂപ കൊടുത്തോ? ഇല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സദക്ക ചെയ്യ്. അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കാൻ കഴിയുന്ന ഏറ്റവും എളുപ്പ വഴി പാവങ്ങളെ നീ ഇഷ്ടപ്പെട്, പാവങ്ങളെ നീ സഹായിക്ക്. പഠിച്ചവനെ, എത്രയോ പേരുണ്ട് തമ്പുരാന് തന്റെ പൊന്നാര മക്കളുടെ വിവാഹം നടത്തുമ്പോ ലക്ഷങ്ങൾ ചിലവഴിച്ചിട്ട് തന്റെ പൊന്നാര മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ തന്റെ പൊന്നാര മക്കളുടെ വിവാഹം നടക്കുന്നതിന് മുമ്പ് യതീമായ പെൺമക്കളുടെ വിവാഹം നടത്തി കിടക്കുന്നവരുണ്ട്, യതീമായ കുട്ടികളുടെ വിവാഹങ്ങൾ നടത്തി കൊടുക്കുന്നവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിക്കുന്നവരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ബർക്കത്ത് വേണോ, നിന്റെ ജീവിതത്തിൽ അഭിവൃദ്ധി വേണോ, നിന്റെ ജീവിതത്തിൽ അല്ലാഹുവിന്റെ സഹായം വേണോ, നീ സഹായിക്കണ്. പാവങ്ങൾക്ക് എന്തെങ്കിലും ഒരു സഹായം കൊടുക്കണ്, പള്ളികൾക്ക് എന്തെങ്കിലും ഒരു സദഖ കൊടുക്കണ്, യതീമീങ്ങളെ സഹായിക്കണ്, ഏതെങ്കിലും ഒരു രോഗികൾക്ക് ഒരു നേരത്തെ മരുന്ന് വാങ്ങിക്കൊടുക്കണ്, ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവര് നിന്റെ നാട്ടിലും നിന്റെ വീടിന്റെ പരിസരത്തും നിന്റെ കുടുംബത്തിലുമുണ്ട്. ആർക്കെങ്കിലും പടച്ചവനെ എന്തെങ്കിലും ഒരു സദഖ കൊടുക്ക്, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നല്ല കാര്യം ചെയ്യുമ്പോഴും ഒരു സദഖ കൊടുക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹ് ഭാഗ്യം തരുമാറാകട്ടെ. 2 നിലയുള്ള വീട് വെച്ചപ്പോ നീ ആർക്കാ സദഖ കൊടുത്തേ? ആർക്കാ സദഖ കൊടുത്തേ? മാഷാ അല്ലാഹ് വീടിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുക. സുബ്ഹാനല്ലാഹ്. ഓരോ മനുഷ്യനും വലിയ 2 നിലയുള്ള വീട് പണിയുമ്പോ വീടിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് എഴുതി വെച്ചിരിക്കുക. എന്തിനാ മാഷാ അല്ലാഹ് എഴുതണേ? മാഷാ അല്ലാഹ് എന്തിനാ എഴുതി വെക്കണേ? എടാ പൊന്നാര ചങ്ങാതിമാരെ, മാഷാ അല്ലാഹ് അല്ല എഴുതി വെക്കേണ്ടത്, സുബ്ഹാനല്ലാഹ് എഴുതി വെക്കണം വീടിന്റെ മുന്നിൽ. കാരണം എന്തേ? അത്ഭുതകരമായ കാര്യങ്ങൾ കാണുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു സുബ്ഹാനല്ലാഹ്, അത്ഭുതം. സുബ്ഹാനല്ലദി അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. അത്ഭുതകരമായ കാര്യം. ഒരു നിനക്ക് ആകെ ഉള്ളത് നീയും നിന്റെ പെണ്ണും പിള്ളയും 2 മക്കളും. എന്തിനാടാ മോനെ 5 നിലയുള്ള വീട്? എന്തിനാ 5 ബെഡ്റൂം കൊട്ടാരം പോലെയുള്ള വീട് പണിതിട്ട് അതിന്റെ മുന്നിൽ മാഷാ അല്ലാഹ് എഴുതി വെച്ചിരിക്കുക? ചിലരെഴുതി വെച്ചു ഹാദാ മിൻ ഫളിലി റബ്ബി. ഓ പടച്ചവനെ, എന്റെ പൊന്നാര ചങ്ങാതി, നീ വീടിന് കുറ്റിയടിക്കുന്നതിന് മുമ്പ് അൽഹംദുലില്ലാഹ് ഒരു നല്ല സദഖ കൊടുക്ക്, എന്തെങ്കിലും ഒരു നല്ല ഹദിയ കൊടുക്ക്. നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. ഇന്നത്തെ വിവാഹങ്ങൾ എത്രയോ പേരുണ്ട് തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ അതേ വിവാഹ പന്തലിൽ യതീമായ മക്കളുടെ നിക്കാഹ് നടത്തി കൊടുക്കുന്നവർ, പാവപ്പെട്ട ആരാരും സഹായിക്കാനില്ലാത്ത പെൺകുട്ടികൾക്ക് എന്തെങ്കിലും ധനസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നവർ. നമ്മളത് ചെയ്യാറില്ല. പത്രത്തിൽ വരത്തില്ലല്ലോ, അതുകൊണ്ട് പത്രത്തിൽ വരില്ലല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും അതിൽ അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കണമെങ്കിൽ നിങ്ങൾ ഒരു സദഖ കൊടുക്കണം. ആ വിഷയത്തിൽ നമ്മളൊക്കെ പുറകോട്ട. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഒരു വിവാഹം നടത്തുന്നു, നിങ്ങൾ എല്ലാവരും വിവാഹം നടത്തിയവരാ. എന്നാൽ ആ വിവാഹം നടത്തുമ്പോൾ ഓഡിറ്റോറിയത്തിന് എത്ര ലക്ഷം ചോദിച്ചാലും കൊടുക്കും, പന്തലുകാരൻ എത്ര ചോദിച്ചാലും കൊടുക്കും, ഭക്ഷണം വെക്കുന്നവൻ എത്ര ചോദിച്ചാലും കൊടുക്കും, ക്യാമറാമാൻ എത്ര ചോദിച്ചാലും കൊടുക്കും, മക്കൾക്കെടുക്കുന്ന ഡ്രസ്സിന്റെ വില എത്ര ചോദിച്ചാലും കൊടുക്കും. എല്ലാ കാര്യത്തിനും വാരിക്കോരി നിങ്ങൾ കൊടുക്കാറുണ്ട്. എന്നാൽ നിന്റെ മകന്, നിന്റെ മകൾക്ക് നിക്കാഹ് നടത്തി കൊടുത്ത പള്ളിയിലെ ഖതീബ്, നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, ഈ നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ വിവാഹം നടക്കുമ്പോ ആ വിവാഹത്തിൽ ഏറ്റവും കൂടുതൽ നല്ല കാര്യം ചെയ്തത് പള്ളിയിലെ ഖതീബ. കാരണം കയ്യിൽ പിടിച്ചിട്ട് ഉസവ്വിജുക അലാമ അമറല്ലാഹു തആല ബിഹി മിൻ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ എന്ന് പറഞ്ഞ് നിന്റെ പൊന്നാര മക്കൾക്ക് വിവാഹം കഴിച്ചു കൊടുത്ത് ആ ഉസ്താദ് ദുആ ചെയ്തത്. അവസാനം ഉസ്താദിന് കൈമടക്ക് കൊടുക്കാൻ സമയമാകുമ്പോ പുതിയാപ്പള വാപ്പാനോട് ചോദിക്കും, എത്ര കൊടുക്കണം? 1000 വേണോ 500 വേണോ? ഓഡിറ്റോറിയക്കാരൻ ചോദിച്ചു 2 ലക്ഷം. 1.5 ആക്കുവോ? നീ ചോദിച്ചോ? ഇല്ല.
ഭക്ഷണക്കാരൻ വന്ന് പറഞ്ഞു 3 ലക്ഷം, 2.25 ചോദിച്ചില്ല. ക്യാമറക്കാരൻ വന്നു, ചോദിച്ചത് കൊടുത്തു. കടയിൽ ഡ്രസ് എടുക്കാൻ പോയി, ചെറുതിലെങ്ങും പോകൂല, വലുതിൽ മാത്രമേ പോകൂ. കണ്ണൂര് പോകും വസ്ത്രമെടുക്കാൻ. കണ്ണൂര് പോയിട്ട് അല്ലെങ്കിൽ കോഴിക്കോട് പോയിട്ട് വസ്ത്രമെടുക്കും. ചോദിക്കുമ്പോ മുതലാളിയോട് അല്പം താഴ്ത്തി തരുവോ? നീ ചോദിച്ചോ? ഇല്ല. ചോദിച്ചത് മുഴുവനും നീ കൊടുക്കും. അവസാനം നിന്റെ പൊന്നാര മക്കളുടെ നിക്കാഹ് നടത്തിയിട്ട് അല്ലാഹുവേ അല്ലാഹുവേ ഈ മക്കൾക്ക് ഇവർക്ക് രണ്ടുപേർക്കും നീ നല്ല ജീവിതം കൊടുക്കണേ അല്ലാ. അയ്യുഹുൽ അറൂസാൻ ബാറകല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅല്ലാഹു ബൈനക്കുമാ ഫീ ഖൈരിൻ വലുത്ഫിൻ വആഫിയ. ആ ദുആയുടെ അർത്ഥം അറിയോ നിനക്ക്? ഇത്രയും മനോഹരമായിട്ട് അല്ലാഹുവേ ഇവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും ഐശ്വര്യവും സന്തോഷവും സമാധാനവും നൽകണേ എന്ന് പറഞ്ഞ് ഏറ്റവും നല്ല കാര്യം ചെയ്ത ഉസ്താദിന് നീ കൊടുക്കുന്ന എന്താന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഇത് പറയുമ്പോ നിങ്ങളിൽ പലർക്കും ഇഷ്ടപ്പെടാറില്ല. പക്ഷേ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അവിടെയല്ലേ ചെയ്യേണ്ടത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിചാരിച്ചോ ബർക്കത്ത് പറയുന്നത് വെറുതെ കിട്ടുന്നതാണെന്ന്? അല്ലാഹുവിന്റെ സഹായം വെറുതെ കിട്ടുന്നതാണെന്ന് നിങ്ങൾ കരുതിയോ? ഒരിക്കലും നിങ്ങൾ കരുതല്ലേ. അങ്ങനെ വെറുതെ കേറി വരുന്നതല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് മൂന്നാമതായി പറയുകയാ, അല്ലാഹുവിന്റെ തൃപ്തി നിങ്ങൾ വാങ്ങണേ. അതിനുള്ള എളുപ്പ വഴി എന്തെന്നറിയുമോ? വീട് വെക്കുന്നതിന് മുമ്പ്, ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ്, വണ്ടി എടുക്കുന്നതിന് മുമ്പ്, എന്ത് നല്ല കാര്യം ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ്, മോനെ ഒരു ചെറിയ സദഖ നീ പാപങ്ങൾക്ക് കൊടുക്കണേ. അതിലൂടെ റബ്ബിന്റെ തൃപ്തി നിനക്ക് ലഭിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, നാലാമത്തെ കാര്യമെന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാലാമത്തെ കാര്യം എന്താണ്? ആദ്യമായിട്ട് നീ 2 റക്അത്ത് നമസ്കരിച്ചു, ഖൈറും ശർറും അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ചോദിച്ചു വാങ്ങി. രണ്ടാമതായിട്ട് പടച്ച റബ്ബേ നീ അതാ മുശാവറ ചെയ്തു. മൂന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ തൃപ്തി നീ കരത്തമാസി, അല്ലാഹുവിന്റെ തൃപ്തി നിനക്ക് ലഭിച്ചു. ഇനി വേണ്ടത് ആരുടെ തൃപ്തിയാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ. ഈ ലോകത്ത് തന്നെ അനുഗ്രഹമായി കടന്നു വന്ന മുത്തുനബിയുണ്ടല്ലോ, ഈ പ്രപഞ്ചം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പ്രവാചകന്റെ തൃപ്തി നീ നേടണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഒരു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അതുകൊണ്ട് യാസീൻ ചെറിയ ഒരു സൂറത്താണെന്ന് പറയുന്ന കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ തള്ളിക്കളയരുത്. എന്തിനാണ് ഖബറിന്റെ ചാരത്ത് പോയിരുന്ന് യാസീൻ ഓതുന്നത്? ഇനിയെങ്കിലും പഠിക്കടാ ചെറുപ്പക്കാരാ. തിരക്കാണല്ലോ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന വാപ്പാടെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് ഫാത്തിഹ ഓതിയിട്ട് ഓടുന്ന മക്കളുണ്ട്. സ്നേഹം കൊണ്ട് പറയുകയാ, നിങ്ങൾ ഖബറിന്റെ ചാരത്ത് പോയി നിന്ന് യാസീൻ ഓതണേ. എന്തിനാ ബോധാൻ പറഞ്ഞത്? നിങ്ങൾ പള്ളിയിലെ ഉസ്താദിനെ വിളിച്ച് നിർത്തിയിട്ട് ഓതിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. നിനക്ക് ഓതാൻ അറിയുമെങ്കിൽ നിന്റെ മാതാപിതാക്കളുടെ ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് യാസീൻ ഓത്. ആ യാസീൻ ഓതുന്നതിലൂടെ കിട്ടുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഖബറിന്റെ അകത്ത് കിടക്കുന്ന നിന്റെ വാപ്പാ 40 ദിവസം രക്ഷപ്പെടുമടാ പൊന്നുമോനെ. വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്ന് യാസീൻ ഓതിയാൽ ആ മണ്ണിനടിയിൽ കിടക്കുന്ന നിന്റെ വാപ്പയുണ്ടല്ലോ, ആ വാപ്പയുടെ ഖബറിന്റെ അകത്ത് 40 ദിവസം അല്ലാഹു അദാബ് മാറ്റിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ 10 മണിക്ക് പരിപാടി അവസാനിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശദീകരിക്കുന്നില്ല. നാലാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറയുകയാ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ, മുത്തുനബിയുടെ പൊരുത്തം വാങ്ങണേ. അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? അഞ്ചാമത്തെ കാര്യം എന്താ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, അഞ്ചാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിന്റെ മാതാപിതാക്കളുടെ അനുവാദവും പൊരുത്തവും നീ വാങ്ങണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറയുകയാണ്, നിന്റെ ഉമ്മയുടെ അനുവാദം വാങ്ങണ്, നിന്റെ വാപ്പയുടെ അനുവാദം വാങ്ങണ്. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ നീ തുടങ്ങല്ലേ പൊന്നുമോര്. എത്ര പേരാ വാപ്പയോട് അനുവാദം ചോദിച്ചത്? പുതിയ ബിസിനസ് തുടങ്ങുമ്പോ ഉമ്മാനോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? വാപ്പയോട് പറഞ്ഞ് എത്ര പേരാ ഉള്ളത്? കൂട്ടുകാര് പറയുന്നത് കേട്ടുകൊണ്ട് ലക്ഷങ്ങൾ കൊണ്ടുപോയി വലിച്ചെറിഞ്ഞിട്ട് അവസാനമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ട് പടച്ചവനെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ, ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ മുന്നിൽ വന്നിട്ട് പറയുന്ന ഉമ്മ, എല്ലാം നഷ്ടപ്പെട്ടു പോയുമ്മ. അവസാനമല്ലടാ ചെറുപ്പക്കാരാ പറയേണ്ടത്, ഈ സദസ്സിലിരിക്കുന്നവരോട് പടച്ചവനെ നിങ്ങളും ആരോട് പറയും? നിങ്ങളുടെ ഭാര്യമാരോട് പറയുമല്ലോ, നിങ്ങളുടെ ഭാര്യമാരോട് കച്ചവടം തുടങ്ങുമ്പോ പറയുമല്ലോ, പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോ ഭാര്യയോട് പറയുമല്ലോ. എന്തേ ഉമ്മയോട് പറയാത്തത്? എന്തേ ഉപ്പയോട് പറയാത്തത്? പറയേണ്ടത് അവരോടല്ലേ ചെറുപ്പക്കാരാ. ആദ്യമായിട്ട് പറയേണ്ടത് മാതാപിതാക്കളോടല്ലേ. ഭാര്യ ഇന്നലെ കേറി വന്നവളല്ലേ, അവൾ ഇന്നലെ നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളല്ലേ. മോനെ, നീ വിചാരിക്കും അത് ചെറിയ പാപമാണെന്ന്. ഇതൊക്കെയാണോ ഉസ്താദേ പറയേണ്ടത് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് നിനക്കതിന്റെ ഗൗരവം അറിയാഞ്ഞിട്ടാ, നിനക്കതിലൂടെ വരുന്ന നഷ്ടത്തെ കുറിച്ച് നിനക്കറിയാഞ്ഞിട്ടാ. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ ചെറുപ്പക്കാരാ, ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ പെങ്ങള്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് സ്വഹാബികൾ കടന്നു വരികയാണ്. കണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അൽഖമദാ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ അൽഖമ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികൾ ചാരത്ത് കിടന്നു ചെന്നിട്ട് പറഞ്ഞു കൊടുക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാ. അൽഖമയ്ക്ക് പറയണമെന്നുണ്ട്, പക്ഷേ നാവ് പൊങ്ങുന്നില്ല, നാവ് പൊങ്ങുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ മുത്തുനബി ചോദിച്ച ചോദ്യം എന്തെന്നറിയുമോ? സഹാബാ, അൽഖമ 5 നേരവും നമസ്കരിക്കുമോ? സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ചോദിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അൽഖമ ഒരു വഖത്ത് പോലും മുടക്കാത്ത സഹാബിയാ. പ്രവാചകൻ അവിടുന്ന് രണ്ടാമതായി ചോദിക്കുകയാ, അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? അൽഖമയുടെ ഉമ്മ ജീവിച്ചിരിപ്പുണ്ടോ? ആ ഉമ്മയുമായിട്ട് എങ്ങനെയാണ് അൽഖമ? ആ സമയത്ത് സ്വഹാബികൾ പറഞ്ഞു, നബിയേ ഉമ്മാനെ വല്ലാത്ത ഇഷ്ടമാ, ഉമ്മാനോട് വല്ലാത്ത സ്നേഹമാ, ഉമ്മയ്ക്ക് ഖിദ്മത്ത് ചെയ്യുന്ന മകനാ. പക്ഷേ നബിയേ, അൽഖമയുടെ ഉമ്മയ്ക്ക് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ.
അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവിന് ഒരേ ഒരു പരാതിയുണ്ട് നബിയേ. അല്ലാഹുവിന്റെ റസൂല് വിളിച്ചുകൊണ്ട് വരാൻ പറയുകയാണ്. ഈ സദസ്സിലിരിക്കുന്ന ഓരോ ഭർത്താക്കന്മാരും കേട്ടോ, ഓരോ മക്കളും കേട്ടോ, മോനെ ഇത് നിനക്ക് പഠിക്കാനുള്ള ചരിത്രമാ. നിങ്ങളെ സിറാജിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. എന്നെ വേദനാൽ ഞങ്ങളെ കുറ്റം പറയുന്നു എന്ന് നിങ്ങൾ പറയരുത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു ഉമ്മാനെ വിളിച്ചു കൊണ്ടുവരാറ്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് മുത്തുനബിയുടെ മുന്നിലേക്ക് വന്നപ്പോ റസൂലുള്ളാഹി ചോദിക്കുന്നു, ഉമ്മാ പൊന്നുമകനുമായിട്ട് എങ്ങനാ ഉമ്മ, അൽഖമയുമായിട്ട് എങ്ങനെയാണ്? അവിടെന്ന് പറയുന്നു, നബിയേ എനിക്കവനെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ, എനിക്കവനോട് വല്ലാത്ത സ്നേഹമാണ് നബിയേ, അവനെ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. പക്ഷേ ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? ഉമ്മയുടെ മനസ്സിന്റെ വേദന എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്ത് കാര്യമുണ്ടെങ്കിലും അവൻ ആദ്യം പറയുന്നത് അവന്റെ ഭാര്യയോടാണ് നബിയേ. എന്തുണ്ടെങ്കിലും അവൻ ആദ്യം വന്നിട്ട് അവന്റെ കാര്യങ്ങൾ പറയുന്നത് അവന്റെ ഭാര്യയോടാ, പിന്നെ എന്നോട് പറയുകയുള്ളൂ. അവൻ രണ്ടാമത് എന്നോട് പറയുകയുള്ളൂ. അവൻ ആദ്യം പറയേണ്ടത് എന്നോടല്ലേ നബിയേ, ഞാൻ അവന്റെ ഉമ്മയല്ലേ നബിയേ, ഞാൻ അവനെ കഷ്ടപ്പെട്ട് വളർത്തിയതല്ലേ നബിയേ, അവൻ എന്നെക്കാലു സ്നേഹം അവന്റെ ഭാര്യയോടാണ് നബിയേ. അതെനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഉമ്മ പൊരുത്തപ്പെട്ട് കൊടുക്കുമ്മ. അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ, അൽഖമയ്ക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാ കഴിയുന്നില്ല ഉമ്മ, നിങ്ങളൊന്ന് പൊരുത്തപ്പെട്ട് കൊടുക്ക്. അൽഖമ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതാവ് പറഞ്ഞു, ഇല്ല നബിയേ, അവൻ എന്നോട് ഇങ്ങനെ ചെയ്യാ പാടില്ലായിരുന്നല്ലോ, ഞാൻ അവന്റെ ഉമ്മയല്ലേ. എടാ ചെറുപ്പക്കാരാ, ഉമ്മാനെ തല്ലിയതിന്റെ പേരിലല്ല, ഉമ്മാനെ കണ്ണുനീര് കുടിപ്പിച്ചതിന്റെ പേരിലല്ല, ഉമ്മാനെ ഭാര്യയുടെ വാക്ക് കേട്ടിട്ട് വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടതിന്റെ പേരിലല്ല, ഉമ്മാനെ കുത്തുവാക്ക് പറഞ്ഞതിന്റെ പേരിലല്ല. പിന്നെ എന്തുകൊണ്ടാണ് തന്റെ നാവ് പൊങ്ങാത്തതിന്റെ കാരണം എന്തെന്നറിയോ? എന്ത് കാര്യവും ആദ്യം പറയുന്നത് ഭാര്യയോടാ, പിന്നെ ഉമ്മയോട് പറയാറുള്ളൂ. ആ ഒറ്റ മനസ്സ് വേദനിച്ചതിന്റെ പേരില്, ആ മാതാവിന്റെ മനസ്സ് വേദനിച്ചതിന്റെ പേരില് അവിടുന്ന് ഷഹാദത്ത് കലിമ പറയാ കഴിഞ്ഞില്ലെന്ന് ചരിത്രം പറയുമ്പോ ഇത് സാധാരണ ഒരാളല്ല, അസ്വഹാബി കന്നുജൂ, എന്റെ സ്വഹാബികള് നക്ഷത്ര തുല്യരാ, അവരെ കൊണ്ട് അല്ലാഹു തൃപ്തിപ്പെട്ടവരാ. അവരെ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾ സ്വർഗത്തിലാണ് സഹാബ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സ്വഹാബിയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, ഉമ്മാനേക്കാൾ സ്ഥാനം കൊടുക്കുന്ന, ഉമ്മയെക്കാൾ ഭാര്യയ്ക്ക് സ്ഥാനം കൊടുക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. ഭാര്യയുടെ മുന്നിൽ പോയ സർവ്വരഹസ്യങ്ങളും പറയുമല്ലോ, പറഞ്ഞിട്ടെന്ത് കിട്ടാനാ ചെറുപ്പക്കാരാ? ഈ നിരന്നിരിക്കുന്ന ഭർത്താക്കന്മാരോട് ചോദിക്കട്ടെ, ഏതെങ്കിലും കച്ചവടം ചെയ്തിട്ട് നഷ്ടം വന്നപ്പോ, ഏതെങ്കിലും കച്ചവടം നടത്തിയിട്ട് നഷ്ടത്തിലായി, ലക്ഷങ്ങളുടെ നഷ്ടം വന്നു, വീട്ടിൽ കയറി ചെന്നിട്ട് പെണ്ണും പിള്ളയെടുത്ത് പറഞ്ഞ അവള് പറയുന്ന വാക്കെന്താ? അങ്ങനെ തന്നെ വേണം. ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഭാര്യയുടെ മുന്നിൽ പോയിട്ട് ഏതെങ്കിലും ഒരു ഭർത്താവ് എടി എല്ലാം നഷ്ടപ്പെട്ടു പോയടി എന്ന് പറയുമ്പോ അവള് പറയും നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം, കാരണം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലല്ലോ, ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലല്ലോ. എന്നാ നീ കച്ചവടം തുടങ്ങിയപ്പോ നിന്റെ ഉമ്മാനോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല. അവസാനം ലക്ഷങ്ങളുടെ നഷ്ടം വന്നിട്ട് ഉമ്മാടെ മടിയിൽ പോയി കിടന്നിട്ട് ഉമ്മ എല്ലാം പോയുമ്മ എന്ന് പറയുമ്പോ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പോട്ടെ മോനെ, അള്ളാ നിനക്ക് തരുമടാ, ആ ഒരു വാക്ക്,
അതാ ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മമാരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹ് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഉമ്മാന്റെ അടുക്ക പോയി പറഞ്ഞാൽ ഉമ്മ മടിയിൽ പിടിച്ച് കിടത്തിയിട്ട് തലോടിക്കൊണ്ട് പറയും, ദുആ ചെയ്യും. അതാ ആ ഒരു ദുആയ നമുക്ക് വേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മാനെ കുറിച്ച് മനസ്സിലാക്കണം. ചില മക്കൾ അങ്ങനെ എവിടെ പോയാലും ഉമ്മാനോട് പറഞ്ഞിട്ട് പോകും. പെണ്ണും കെട്ടി, മക്കളുണ്ടായി, മക്കളെയും കെട്ടിച്ചു, അവർക്കും മക്കളായി. എന്നാലും ഉമ്മായും വാപ്പായും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ കടയിൽ പോകുകയാണെങ്കിൽ പറയും, ഉമ്മ കച്ചവടത്തിന് പോവാ, ദുആ ചെയ്യേ. എല്ലാ ദിവസവും രാവിലെ കട തുറക്കാൻ പോകുമ്പോ ഉമ്മാനോട് പറയും, വാപ്പയോട് പറയും. അതാണ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ യാത്രയ്ക്ക് പോകുന്ന സമയത്ത് മാതാവിനോട് ചോദിച്ചു, ഉമ്മ ഞാനൊരു യാത്രയ്ക്ക് പോകുകയാ, തിരിച്ചു വരുമ്പോ എന്റെ ഉമ്മാൻ എന്ത് കൊണ്ടുവരണം? പെണ്ണുമ്പിള്ളയോട് ചോദിക്കും, ആമിന ഗൾഫിൽ നിന്ന് ഞാൻ വരുന്നടി, എന്ത് വേണം? അവളൊരു ലിസ്റ്റ് ഇട്ട് തരും. മലേഷ്യയിൽ നിന്ന് നാട്ടിലേക്ക് വരാനൊരുങ്ങുന്ന ചെറുപ്പക്കാരൻ ഭാര്യയോട് ചോദിക്കും, നിനക്കെന്ത് വേണം? അവളൊരു വലിയ നോട്ടീസ് ഇട്ട് തരും. അവൾക്ക്, അവളുടെ മാതാപിതാക്കൾക്ക്, അവളുടെ അനിയത്തിമാർക്ക് വലിയ ലിസ്റ്റ്. എന്നാ ഉമ്മാനോട് ചോദിക്കാറുണ്ടോ, ഉമ്മ നിങ്ങൾക്ക് എന്ത് വേണം? ആ ഉമ്മാടെ ദുആ കൊണ്ടല്ലേ നീ സൗദിയിൽ പോയത്, നീ ഗൾഫിൽ പോയത്, നീ മലേഷ്യ പോയത്. എവിടെന്നാ മോനെ ഈ പണമൊക്കെ ഉണ്ടാക്കിയത്? നട്ടം തിരിഞ്ഞ് ഈ നാട്ടിലൂടെ തെക്ക് വടക്ക് നടന്നപ്പോ ഉമ്മ 50 രൂപ പള്ളിയിലെ ഉസ്താദിന്റെ അടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മോനൊരു ജോലി കിട്ടാൻ ദുആ ചെയ്യ്, ഗൾഫിൽ പോവാ. അങ്ങനെ നീ ഗൾഫിൽ പോയി. അള്ളാഹുവേ, അവിടെ പോയപ്പോ കാട്ടറബിയുടെ കൂടെ നടക്കണത്, വലിയ ചൂട്, വലിയ കഷ്ടപ്പാട്, ശമ്പളമില്ല, ഭക്ഷണമില്ല, കുബൂസും വെള്ളവും. വിളിച്ചു പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, ഇല്ല മോനെ, അറബിയുടെ മനസ്സൊക്കെ മാറി, ഞാൻ ദുആ ചെയ്തോളാം. പടച്ചവനെ, ഉമ്മ ഇവിടെ കിടന്ന് ദുആ ചെയ്തു. അപ്പൊ അൽഹംദുലില്ലാ അറബിയുടെ മനസ്സ് മാറി, ശമ്പളമായി, റബ്ബിന്റെ സഹായം കിട്ടി. അൽഹംദുലില്ലാ നീ നല്ല നിലയിലായി, വലിയ വീട് വെച്ചു, എല്ലാമായി. എന്നിട്ട് നാട്ടിലേക്ക് വരാൻ സമയത്ത് നീ ഭാര്യയോട് ചോദിക്കായി എന്ത് വേണം? ഉമ്മാനോട് ചോദിക്കാറില്ല. വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്നതിൽ പലരും ഗൾഫിൽ പോയിട്ട് പ്രവാസികളാ. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ ഗൾഫിൽ നിന്ന് വരാൻ സമയത്ത് നിങ്ങളുടെ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ടോ, വാപ്പ നിങ്ങൾക്ക് എന്താ വേണ്ടേന്ന്? ചോദിക്കത്തില്ല. കാരണം എന്തേ? എപ്പോഴും വാപ്പ ഇങ്ങനെ കടിച്ചോണ്ട് നടക്കും, ചിരിക്കാറില്ല. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ വാപ്പായ്ക്ക് നമ്മളോട് സ്നേഹമില്ലെന്ന. എന്നാ ഉമ്മാനെക്കാളും സ്നേഹം വാപ്പയ്ക്കാ, പക്ഷെ പുറത്ത് കാണിക്കാറില്ല. വാപ്പമാര് സ്നേഹം പുറത്ത് കാണിക്കാറില്ല. കാരണം കാണിച്ചു കഴിഞ്ഞാൽ തോടി കയറിയിരിക്കും. അതുകൊണ്ടാ കൊച്ചുകുട്ടികളെയും പട്ടിക്കുട്ടികളെയും അടുപ്പിക്കരുതെന്ന. കാരണം എന്തേ? കൂടുതൽ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ വിലയുണ്ടാകത്തില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാപ്പമാർ അത് മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹമാ. അള്ളാഹുവേ, എല്ലാരും പറയാറുണ്ട് ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നേന്ന്. അപ്പൊ ഈ അടുത്ത് കാസർഗോഡുള്ള ഒരു ചെറിയ പയ്യൻ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മാടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്, അപ്പൊ വാപ്പാടെ കാലിന്റെ ചുവട്ടി ജഹന്നമാണ് കിടക്കണെന്ന് വെച്ചേ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ഖുർആനിൽ ഒരു അധ്യായത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്ന, ഒരു സൂറത്തിന്റെ പേര് തന്നെ ലുഖ്മാൻ എന്ന. ആ ലുഖ്മാനുൽ ഹക്കീം തങ്ങളൊരു യാത്രയ്ക്ക് പോകാൻ തയ്യാറായപ്പോ ഉമ്മാനോട് ചോദിച്ചു, ഉമ്മ പോയിട്ട് വരുമ്പോ എന്ത് വേണം എന്റെ ഉമ്മച്ചിക്ക്? എന്റെ പെറ്റുമ്മായ്ക്ക് എന്ത് വേണം? ഞാൻ കൊണ്ടുവരാ ഉമ്മ. ഉമ്മ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. ഇല്ല ഉമ്മ, പറ. ആ സമയത്ത് പറഞ്ഞു, നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വന്നാ മതി, ഒന്നും എനിക്ക് വേണ്ട. നീ തിരിച്ചു വരുമ്പോ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് വാരിയിട്ട് വരണം. ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, സ്വർഗത്തിലെ മണ്ണ് വേണോ? അതിനെന്തിനാ ഞാൻ പോയിട്ട് വരണവരെ കാത്തിരിക്കണേ? ഇപ്പൊ തരാവുമ്മ. ഉമ്മയ്ക്ക് സ്വർഗത്തിലെ മണ്ണല്ലേ വേണ്ടേ? ഉമ്മാടെ കാൽച്ചുവട്ടിൽ ഇരുന്നിട്ട് പറഞ്ഞു, ഒന്ന് കാലുവെക്കുമ്മ. ഉമ്മ കാലുവെക്കിയപ്പോ ആ കാല് ചുംബിച്ചിട്ട് കാലിന്റെ അടിയിൽ നിന്ന് ഒരു പിടി മണ്ണ് വാരി ഉമ്മയുടെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഇതാ ഉമ്മ സ്വർഗത്തിലെ മണ്ണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മായോടും വാപ്പാനോടും അനുവാദം ചോദിക്കണം. ഏത് ബിസിനസ് തുടങ്ങുമ്പോ അപ്പൊ നീ ചോദിക്കൂ, ഉസ്താദെ പാപ്പ പള്ളിപ്പറമ്പിൽ കിടക്കല്ലേ, എങ്ങനെ അനുവാദം ചോദിക്കാം? പോയി ചോദിക്കണം മോനെ. പള്ളിപ്പറമ്പിൽ കിടക്കുന്ന പിതാവിന്റെ ഖബറിന്റെ ചാരത്ത് പോയിട്ട് നീ ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖബറിന്റെ ചാരത്ത് നിന്ന് നടന്നു പോകുമ്പോ ആ നടത്തത്തിന്റെ ശബ്ദം പോലും ഖബറാളി കേൾക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്നല്ലോ. മരിച്ചുപോയ നിന്റെ മാതാപിതാക്കൾ കേൾക്കുന്നവരാണെന്ന് വിശ്വസിക്കുന്നവരാ നമ്മളൊക്കെ.
മരിച്ചുപോയ മാതാപിതാക്കള് പടച്ചവനെ അവരുടെ ഖബറിന്റെ ചാരത്ത് ചെന്നിട്ട് അസ്സലാമു അലൈക യാ അബീ, വാപ്പാടെ ഖബറിന്റെ ചാരത്ത് ചെന്ന് സലാം പറഞ്ഞിട്ട് ആ വാപ്പയോട് പറയണമുപ്പാ, ഞാനൊരു കച്ചവടത്തിനിറങ്ങുകയാവുപ്പാ, ഞാനൊരു വീട് വെക്കാനിറങ്ങുകയാവുപ്പാ, ഞാനൊരു വിവാഹത്തിന് പെണ്ണ് കാണാൻ ഇറങ്ങുകയാണ്. നിങ്ങളുണ്ടായിരുന്നെങ്കിൽ എന്റെ കൂടെ വരേണ്ടത് ഉപ്പയായിരുന്നല്ലോ, എന്റെ ഉമ്മയായിരുന്നല്ലോ. എന്റെ വീടിന് കുറ്റിയടിക്കുമ്പോ ആദ്യമായിട്ട് കൂടെ നിൽക്കേണ്ടത് എന്റെ ഉപ്പയായിരുന്നല്ലോ. നിങ്ങൾ ഖബറിലാണെങ്കിലും പടച്ചവരെ ദുആ ചെയ്യടേ ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളുടെ പൊരുത്തം ചോദിക്കണേ. ആ മാതാപിതാക്കളുടെ അനുവാദമില്ലാതെ ഒന്നും ചെയ്യാൻ നീ തയ്യാറാകണ്ട. എത്ര വലിയ കോടിക്കണക്കിന് ചെലവഴിച്ചാൽ അവസാനം നിനക്ക് നഷ്ടമാ മോനെ, അവസാനം നിനക്ക് നഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരികയാ, നിന്റെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങണേ, അവരുടെ അനുവാദം വാങ്ങണേ, എങ്കിലേ നിനക്ക് അല്ലാഹുവിന്റെ സഹായവും പടച്ച റബ്ബിന്റെ തൃപ്തിയും അല്ലാഹു നിനക്ക് ബർക്കത്ത് തരൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, അവരുടെ പൊരുത്തം നൽകണേ അല്ലാ. പള്ളിപ്പറമ്പിൽ 6 അടി മണ്ണിന്റെ അകത്ത് കിടക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുടെ മണ്ണറ മണിയറയാക്കണേ അല്ലാ. എന്താ ഒരു ബക്കറ്റ് എടുത്തപ്പോ എല്ലാവരും ഒന്ന് പോക്കറ്റി കൈയിട്ട്, എന്താ ബക്കറ്റ് പിരിവില്ല? എന്തിപ്പോ ഒരു വയലിലൊരു പിരിവ്, ബക്കറ്റ് പിരിവില്ലെങ്കിൽ എന്താ? ഒരു ബക്കറ്റ് ഇൻഷാ അല്ലാഹ് ഒരു ബക്കറ്റ് പിരിവുണ്ട്. അൽഹംദുലില്ലാ. ഇറങ്ങി ഓടണ്ട, ബക്കറ്റ് എടുക്കുമ്പോഴേ ഓടരുത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ സദഖ നിങ്ങൾക്കുള്ളതല്ല, ഈ സദഖ നിങ്ങൾക്കുള്ളതല്ല. എല്ലാവരും പടച്ചവനെ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക്. അസ്സദഖതു റദ്ദുൽ ബലാ, സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് മുത്തുനബിയല്ലേ പറഞ്ഞു തന്നത്, അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. സദഖ വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് എന്റെ പ്രിയമുള്ളവരെ. അതുകൊണ്ട് എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ ചെയ്യൂ. ആരെല്ലാം ഒരു സദഖ നൽകുന്നോ അവരുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അവരുടെ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. എല്ലാവിധ ശർറു മുസീബത്തുകളും മാറ്റണേ അല്ലാ. പടച്ചവനെ, ഏതെങ്കിലും മാരകമായ രോഗത്തിന്റെ അണുക്കള് ഈ സദഖ കൊടുക്കുന്നവരുടെ ശരീരത്തിലുണ്ടെങ്കിൽ കാരുണ്യവാനായ അല്ലാ, ഈ സദഖയുടെ ബറക്കത്ത് കൊണ്ട് പരിപൂർണ ശിഫാ നൽകണേ അല്ലാ. എല്ലാവരും ഒരു നല്ല സദഖ എടുത്തിട്ട് കൊടുത്തോ. അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. തലയുടെ മുകളിൽ നോക്ക്, പെട്ടെന്ന് നോക്ക്, തലയുടെ മുകളിൽ നോക്ക്. നോക്ക്, എന്റെ അല്ല നിന്റെ തലയുടെ മുകളിൽ നോക്ക്. ചങ്ങാതി ഒന്ന് തല ഉയർത്തി നോക്കിക്കേ. എന്തെങ്കിലും കാണുന്നുണ്ടോ? എന്തെങ്കിലും കാണുന്നുണ്ടോ? ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതല്ല, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ തലയുടെ മുകളിൽ ഒരു മലക്ക് നിൽക്കുന്നുണ്ട്. ഈ ചങ്ങാതി വക്കറ്റുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുമ്പോ നീ എന്തെങ്കിലും അതിനകത്തിട്ട ആ മലക്ക് ദുആ ചെയ്യും, ഉള്ളതിൽ പങ്കു കൊടുത്ത റബ്ബേ നീ അവന് ബറക്കത്ത് ചെയ്യണേ എന്ന് ദുആ ചെയ്യും. കൈകെട്ടിയിരുന്ന പോക്കറ്റിന്റെ അകത്ത് പൈസയും വെച്ചിട്ട് നീ ഉറക്കം നടിച്ച മലക്ക് പറയും, ഉണ്ടായിട്ട് പോലും കൊടുത്തില്ല അല്ലാ ഇവർ യതീംഖാനയിലാക്കിക്കാൻ. ഉണ്ടായിട്ട് പോലും ഇവൻ കൊടുത്തില്ല അല്ലാ, ഇവൻ പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെച്ചേക്കാൻ. എന്തിനാ മോനെ വെറുതെ 8ന്റെ പണി ചോദിച്ചു വാങ്ങണേ? ഉള്ളത് കൊടുത്തിട്ട് രക്ഷപ്പെടും. ഇപ്പൊ അൽഹംദുലില്ലാ. താത്താമാരെ പൈസ ഇല്ല ഇല്ലേ? മോതിരം ഇട്ടാ മതി.
പൈസ ഇല്ലെന്ന് പറഞ്ഞ് നീ പേടിക്കണ്ട, എന്തായാലും നാളെ നിന്നെ പള്ളിക്കുഴി കൊണ്ടുവരും, അതുകൊണ്ട് ഇപ്പൊ കൊടുത്തിട്ട് പൊക്കോ, എന്തായാലും പോകാം, അൽഹംദുലില്ലാ, വിട്ടോ, അൽഹംദുലില്ലാ, സ്വർണ്ണം ഇട്ടാ മതി, എനിക്ക് അത് മതി, പൈസ ഒന്നും വേണ്ട, പെട്ടെന്ന് പോ, അൽഹംദുലില്ലാ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സമയം എന്തായി? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് വാച്ചി നോക്കണം എല്ലാവരും. 9:40 ഇനി 20 മിനിറ്റ് ഉണ്ട്. ഇൻഷാ അല്ലാഹ് 20 മിനിറ്റ് ഉണ്ട്. എന്ത് വേണം പറയണോന്ന് 3 കാര്യങ്ങളും കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. പറഞ്ഞ പറയാം, ഇല്ലെങ്കിൽ നിർത്താം. എന്ത് വേണം പറയണോന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം. ഞാൻ പൈസ ചോദിക്കുമ്പോൾ ഈ ഉഷാറൊക്കെ കാണണം കേട്ടോ. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പൈസ ഇടുന്നതിന്റെ ഇടയിൽ നീ പറയുന്നത് നീ മറന്നു പോകണ്ട. ബർക്കത്ത് കിട്ടാനുള്ള 5 വഴികളാണ് പറഞ്ഞത്. ഇനി പറയുന്നത് പടച്ചവനെ നിങ്ങൾ പറയും ഉസ്താദേ, എല്ലാ ഈ പറഞ്ഞ 5ഉം പോയി. ഈ പറഞ്ഞ 5 കാര്യവും നമ്മൾ പലരും ചെയ്തിട്ടില്ല. 1 നിസ്കരിച്ചില്ല, 2 മുശാവറ ചെയ്തില്ല, 3 അള്ളാഹുവിന്റെ തൃപ്തി നേടിയില്ല, 4 നബിയുടെ തൃപ്തി നേടിയില്ല, 5 മാതാപിതാക്കളുടെ തൃപ്തി നേടിയില്ല, വീടും വെച്ചു, പെണ്ണും കെട്ടി, ബിസിനസ്സും തുടങ്ങി. ഈ 5 കാര്യവും ചെയ്തില്ല. പക്ഷെ ഇനി പറയുന്ന കാര്യം ഇനിയെങ്കിലും രക്ഷപ്പെടാനുള്ളതാണ്. ഇനി പറയുന്ന ഈ 3 കാര്യം ചെയ്താൽ, ഇനി പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും ചെയ്താൽ, നീ കെട്ടിയ വീടിന്റെ അകത്ത് ഇനിയും ബർക്കത്ത് കടന്നു വരികയാണ്. നിന്റെ കടയിലേക്ക് ബർക്കത്ത് വരാനുള്ള വഴിയാണ്. നിന്റെ കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാകാനുള്ള വഴിയാ. കഴിഞ്ഞതൊക്കെ പോകട്ടെ, ഇനിയെങ്കിലും പറയുന്നതൊന്ന് അനുസരിക്കൂ. ഈ പറയുന്ന കാര്യങ്ങളെങ്കിലും നിനക്കൊന്ന് ചെയ്യാൻ കഴിയുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുന്നു, യാ ബുനയ്യ ഇദാ ദഖൽത അലാ അഹ്ലിക ഫസല്ലിം യകൂനു ബർകതക അലൈക വഅലാ അഹ്ലി ബൈതിക. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് വിളിക്കുന്നു, മോനെ അനസ്, നിനക്ക് ബർക്കത്ത് വേണോ അനസ്? നിന്റെ കുടുംബക്കാർക്ക് ബർക്കത്ത് വേണോ അനസ്? വീടിന്റെ അകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കുടുംബ ജീവിതത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, സമ്പത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കച്ചവടത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, കടക്കകത്ത് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ബെഡ്റൂമില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, ഭക്ഷണത്തില് ബർക്കത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്നവര്, അല്ലാഹുവിന്റെ റസൂലാണ് വിളിക്കുന്നത്, യാ ബുനയ്യ, മോനെ അനസ്, ഇദാ ദഖൽത അലാ അഹ്ലിക, നീ നിന്റെ വീട്ടുകാരുടെ മുന്നിലേക്ക് കടന്നു പോയാൽ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാ നീ എന്ത് ചെയ്യണമെന്നറിയുമോ? ഫസല്ലിം, നീ സലാം പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുകയാ, ഇന്നത്തെ ഈ വഅദ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, നിങ്ങൾ ഇന്നത്തെ വഅദ് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോ നിങ്ങൾ പറയണേ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നിങ്ങൾ സലാം പറയണേ. അങ്ങനെ സലാം പറഞ്ഞ യകൂനു ബർക്കത, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന യകൂനു ബർക്കത അലൈക വഅലാ അഹ്ലി ബൈതിക, നിന്റെ വീട്ടിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് കിട്ടാനുള്ള ഒരു വഴി, നീ നിന്റെ വീട്ടിലേക്ക് ചെന്നാൽ സലാം പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനാ സലാം പറയുന്നത് ഒന്ന് പറഞ്ഞേ.
എന്ന് പറഞ്ഞങ്ങാതി സലാം മൂന്ന് രീതിയിൽ. സലാം മൂന്ന് രീതിയിൽ. ഒന്ന് അസ്സലാമു അലൈക്കും, രണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, മൂന്ന് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിലെ ഏതാ പറയേണ്ടത്? സലാം മൂന്ന് രീതിയിൽ. എന്തേ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? എന്തേ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? സ്വന്തം പെണ്ണുമ്പുള്ളെ എടുത്ത് സലാം പറയണ എത്ര ഭർത്താക്കന്മാരുണ്ട്? ആലോചിക്ക്. വീട്ടിൽ കയറി ചെല്ലുമ്പോ ഭാര്യയോട് പറയാ അസ്സലാമു അലൈക്കും. ഇന്ന് വഴുത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് പെണ്ണുമ്പുള്ളെ എടുത്ത് സലാം പറഞ്ഞ ഓള് ചിന്തിക്കും, പഠിച്ചവനെ ശൈത്താൻ വല്ലതും കൂടിയല്ല. പതിവാ ഇങ്ങനെ ആദ്യമായിട്ടാ. നിങ്ങൾ ചിരിക്കണ്ട. നിങ്ങളെങ്ങാനും പോയിട്ട് സലാം പറഞ്ഞ, ഓ ആമിന ഇന്ന് വീട്ടിൽ പോയിട്ട് ബെല്ലടിച്ചു, കെട്ടിയവൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വരിക, ഇച്ച ഇങ്ങനെ ഇറങ്ങി വന്ന് വാതിൽ തുറക്കുമ്പോ ആമിനത്തെ ഇങ്ങനെ നിന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അങ്ങാരി വെടി കൊണ്ടതുപോലെ നിൽക്കുക. പടച്ചവനെ ഉസ്താദിന്റെ അടുക്കുന്ന ഒരു ചരട് പൊതി വാങ്ങണം. കാരണം വാതിന് പോയപ്പോ ഏതോ ശൈത്താൻ കൂടിയെന്ന്. കാരണം നമ്മളാരും പറയാറില്ല, നമ്മളാരും സലാം പറയാറില്ല. നമ്മളെക്കാളും വലിയ പിശുക്കന്മാര് ലോകത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്തേ മനുഷ്യ ഒരു സലാം പറഞ്ഞ ഫോൺ വന്നാൽ ആദ്യം ചോദിക്കുന്നത് ഹലോന്ന. സലാം പറയണ എത്ര പേരുണ്ട്? സ്വന്തം പെണ്ണുമ്പിള്ളയാ വിളിക്കുന്നതെന്നറിയാം. അറിയാത്ത നമ്പരാണെങ്കിൽ നിങ്ങൾ ചോദിക്കും, ഉസ്താദ് അറിയാത്ത നമ്പരാണെങ്കിൽ ഒരു അമുസ്ലിമാണ് വിളിക്കുന്നെങ്കിൽ സലാം പറയാൻ പാടുണ്ടോ? ഇല്ല. നിന്റെ പെണ്ണുമ്പിള്ളയാ വിളിക്കണേ, നമ്പര് നിനക്കറിയാം, എന്നാ നീ അസ്സലാമു അലൈക്കും എന്തേ നിൽക്കില്ല. പെണ്ണുമ്പിള്ള വിളിച്ച് ആദ്യം ചോദിക്കുക എന്താന്ന് ചോദിക്കണേ. ഭാര്യയെ വിളിക്കുമ്പോ അറിയാം. ഭാര്യയാണ് ഫോൺ വിളിക്കുന്നെങ്കിൽ അറിയാം. ചുമ്മാതെ നിൽക്കുക കൂട്ടുകാരുടെ കൂടെ. അപ്പോഴാണ് പെണ്ണുമ്പിള്ള ഫോൺ വിളിക്കണത്. എടുത്തിട്ട് എന്താടി, എന്താ വിശേഷം, സുഖം, കഴിഞ്ഞു, അസ്സലാമു അലൈക്കും. അപ്പൊ മനസ്സിലായിക്കൊണ്ട് അത് ഭാര്യയെ വിളിച്ചത്. വേറെ ആരെങ്കിലും വിളിക്കുവാണെങ്കിൽ ചോദിക്കും, ഹലോ എന്താ, സുഖമാണോ, തിന്നോ, ഉറങ്ങിയോ, കടന്നോ, നടന്നോ? ഇതവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടിലേക്ക് കടന്നുപോയാൽ സലാം പറയണം. അതും പരിപൂർണമായി പറയണം. ഇനി വീടിന്റെ അകത്ത് ആളില്ലെങ്കിലോ? വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. വീടിന്റെ അകത്ത് ആളില്ലെങ്കിലും സലാം പറയണം. നീ രാവിലെ കട തുറക്കാൻ പോവാ, എങ്ങനെയാ സലാം പറയണ്ടേ? കട തുറക്കുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. കട തുറക്കുമ്പോഴും നീ സലാം പറയണേ. മടക്കാൻ കടക്കകത്ത് ആളില്ലെങ്കിലും അല്ലാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ, അല്ലാഹു ഇഷ്ടപ്പെട്ടവരുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, വീടിന്റെ അകത്ത് ആരുമില്ല, പൂട്ടിക്കിട്ടിരിക്കുകയാണ് എങ്കിലും വീടിന്റെ അകത്ത് കയറുമ്പോ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. അവിടുന്ന് സലാം പറയണേ. ഈ സലാം നിനക്ക് രക്ഷയാണ്. ഈ സലാം ബർക്കത്ത് കൊണ്ടുവരികയാണ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ടുവരികയാണ്. ഈ സലാം പറയുന്നതിലൂടെ നിന്റെ മനസ്സുകൾ അടുക്കുകയാ. അതുകൊണ്ട് പ്രവാചകൻ അവിടുന്ന് പറയുകയാ, സലാം പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലു. അല്ലാഹു നിന്നിലും നിന്റെ വീട്ടിലും ബർക്കത്ത് ചെയ്യുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതാ സലാം പറയുന്നവർക്ക് കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? വഅൻ അബീ ഉമാമ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഔലൻ നാസി ബില്ലാഹി മൻ ബദഅഹും ബിസ്സലാം. സലാം പറഞ്ഞുകൊണ്ട് തുടങ്ങണേ. ആദ്യം സലാം പറയുന്നവന്, ആദ്യമായിട്ട് സലാം പറയുന്നവന് ഒരാളെ കാണുമ്പോ അവൻ പറയട്ടെ എന്നല്ല, നീ പറയണേ, നീ മത്സരിക്കണേ. ആദ്യമായിട്ട് ആരാണോ സലാം പറയുന്നത് അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവൻ അല്ലാഹുവിന്റെ സാമീപ്യം ലഭിക്കുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവര്, വീട് വെച്ച് കഴിഞ്ഞു, കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു, കുടുംബജീവിതം തുടങ്ങിക്കഴിഞ്ഞു, അതാ വാഹനം എടുത്തു കഴിഞ്ഞു, ഇനി അതിനകത്ത് ബർക്കത്ത് കിട്ടാനുള്ള വഴിയാ. നീ സലാം പറയടേ. അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. നിങ്ങളെ കേട്ടോ, രണ്ടാമത്തെ കാര്യമാണ്
ഇനി നിനക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ബർക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്താ? ബർക്കത്ത് ലഭിക്കാനുള്ള രണ്ടാമത്തെ വഴി എന്താ? മുത്തുനബി എവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങണേ. എന്റെ പ്രിയമുള്ളവരെ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? നിങ്ങളുടെ ഈ നാട്ടില് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? അത് 2 നിലയുള്ള വീടല്ല, AC ഉള്ള വീടല്ല, ഒരുപാട് ഗാർഡനുള്ള വീടല്ല, സ്വിമ്മിംഗ് പൂളുള്ള വീടല്ല. പടച്ചവനെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയോ? നെഞ്ചു ചിന്തിക്ക ചെറുപ്പക്കാരാ. ഈ സദസ്സിലിരിക്കുന്നവരോട്, ഭാര്യയോടും ഭർത്താവിനോടും ഞാൻ ചോദിക്കുകയാ, ഈ സദസ്സിലിരിക്കുന്ന മാതാപിതാക്കളോട് ചോദിക്കുകയാ, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? നിസ്കരിക്കുന്ന വീടിനെ കുറിച്ചല്ല, നോമ്പുകാരുള്ള വീടിനെ കുറിച്ചല്ല, സദഖ കൊടുക്കുന്ന വീടിനെ കുറിച്ചല്ല, ഖുർആൻ ഓതുന്ന വീടിനെ കുറിച്ചല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനം ഏതെന്നറിയുമോ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടുണ്ടല്ലോ, അത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബർക്കത്ത് കിട്ടാനുള്ള രണ്ടാമത്തെ വഴി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീട്. ആരാപ്പ? ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടെങ്കിൽ കൈവക്ക്. ഈ കൂട്ടത്തിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണത്. സ്റ്റേജിൽ ആരും ഇല്ലേപ്പാ, ആലോചിക്കേ. എന്റെ പൊന്നാര ചങ്ങാതിമാരെ, എങ്ങനെ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകും? എങ്ങനെ നിന്റെ വീട്? നീ വിചാരിച്ചോ 2 നില കൊട്ടാരമാണെന്ന്? അല്ലാഹ്ക്ക് അല്ല. അല്ലാഹ്ക്ക് ഇഷ്ടപ്പെട്ടത് നിന്റെ വീടല്ല. എടാ, ഒരു ഭാര്യയും ഭർത്താവും പണ്ടൊക്കെ ഒരു വീട്ടിൽ ഒരു പാത്രമേ ഉള്ളൂ. ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രമേ ഉള്ളൂ. ആ പാത്രത്തിന്റെ അകത്താണ് എല്ലാരും കൈയിട്ട് വാരി തിന്നണത്. ഇപ്പോഴോ? നീ ചിന്തിച്ചു നോക്ക്. എടാ, ഏറ്റവും വലിയ ശത്രു ആരാ? നിന്റെ ഏറ്റവും വലിയ, നീ വിചാരിക്കുന്നത് നിന്നോട് ഏറ്റവും വലിയ അസൂയ നാട്ടുകാർക്കാണെന്ന? അല്ലടാ മോനെ, പഠിച്ചോ. നിന്നോട് ഏറ്റവും കൂടുതൽ അസൂയ നാട്ടുകാർക്കല്ല, നിന്റെ സ്വന്തം കൂടപ്പുറപ്പിനാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ മടിയണ്ട? തെളിവ് വേണോ? തെളിവ് വേണോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാം വാപ്പാന്റെ അടുക്ക പോയിട്ട് പറഞ്ഞു, യാക്കൂബ് നബിയോട് പറഞ്ഞു, വാപ്പച്ചി, ഇന്നലെ ഞാനൊരു സ്വപ്നം കണ്ടു കേട്ടാ. വാപ്പ എന്തേ പറഞ്ഞേ? കാക്കാമാരോടൊന്നും പറയണ്ട കേട്ടോ. എന്താ പറഞ്ഞേ? യൂസുഫ് നബി പോയിട്ട് ഒരു സ്വപ്നം കണ്ട കഥ പറഞ്ഞപ്പോ വാപ്പ മകനോട് പറഞ്ഞു കൊടുക്കണം, മോൻ ഇക്കാമാരോടൊന്നും പറഞ്ഞു കൊടുക്കണ്ട, ഈ കണ്ട കാര്യം അത് അങ്ങനെ ഇരിക്കട്ടെ. പക്ഷെ യൂസുഫ് നബി പാപം കുട്ടിയായിരുന്നു, പോയി കാക്കച്ചിമാരോടെല്ലാം പോയി പറഞ്ഞു കൊടുത്തു. അവസാനം എന്ത് ചെയ്തേ? പൊട്ടക്കടറ്റിൽ വലിച്ചെറിഞ്ഞിട്ട് കൊല്ലാൻ നോക്കി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇപ്പോ എന്നെക്കാളും നല്ല ജീവിതം എന്റെ കൂടപ്പുറപ്പിന് വേണ്ട, അത് ആഗ്രഹിക്കാം. എന്നാ പണ്ട് അങ്ങനല്ല. ഒരു വീടിന്റെ അകത്ത് ഒരു പാത്രത്തിന്റെ അകത്തിരുന്ന് എല്ലാരും കൈയിട്ട് വാരി തിന്നും. അങ്ങനെ തിന്നപ്പോ ഒരു ബന്ധം ഉണ്ടായിരുന്നു, മനസ്സുകൾ തമ്മിൽ അടുക്കുമായിരുന്നു. ഇപ്പോ ആലോചിക്ക്, പണ്ടൊക്കെ നമ്മുടെ ഉമ്മ ഒരു പാത്രത്തിന്റെ അകത്തോട്ട് അങ്ങോട്ട്, പടച്ചോനെ തൈരും, അന്ന് പിന്നെ വേറൊന്നും ഇല്ലല്ലോ, തൈരെല്ലാം കൂടെ കറിയെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിന് ഇട്ടിട്ട് മിക്സിക്കകത്തിട്ട് കുഴക്കണ പോലെ ഉമ്മ ഒരു കുഴയാ. ഉമ്മ എല്ലാം ഇങ്ങനെ കുഴച്ചിട്ട് വാരിത്തരും. നമ്മളിങ്ങനെ നോക്കി നിൽക്കും. വേണോടാ സിറാജ്? വേണോ ഉമ്മച്ചി? ഓടിച്ചെല്ലും, വാരിത്തരും. അൽഹംദുലില്ലാ നമ്മളൊക്കെ കഴിക്കും. ഇന്ന് ഈ ഇരിക്കണ വാപ്പമാരോട് ഞാൻ ചോദിക്കട്ടെ, ഇരിക്കണ ഉമ്മമാരും വാപ്പമാരും ഇന്ന് വഴുത് കഴിഞ്ഞ് വീട്ടിൽ പോയി, എന്നിട്ട് ഇതുപോലെ ചോറെല്ലാം കൂടെ വാരിയിട്ട് ഒരു പാത്രത്തിലിട്ടിട്ട് മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ അങ്ങോട്ട് കുഴക്കണം.
മക്കളുടെ മുന്നിൽ വെച്ച് ഇങ്ങനെ കുഴച്ചിട്ട് അബൂബക്കർ ഇങ്ങ വാടാ, മോനെ വിളിക്കുക, മോനെ അബൂബക്കർ ഇങ്ങതാ, വാപ്പച്ചി വാരിത്തരാം. ഉമ്മ തിന്നോ, ഉമ്മ എനിക്ക് വേണ്ട. കാരണം എന്തേ? അവൻ അറിയാതെ എച്ചിലാണെന്ന്. അവൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഭർത്താവ് തിന്നതിന്റെ പണ്ടത്തെ പെണ്ണുങ്ങള് ഭർത്താവ് തിന്നിട്ട് ഇത്തിരി വെക്കും പറക്കത്തിന്, അതിനകത്ത് തന്നെ തിന്നത്തുള്ളൂ. വെച്ച് നോക്ക്, തിന്നുവോ? നിന്റെ ഭാര്യ നീ നിന്നെ ബാക്കി തിന്നുവോ? തിന്നൂല്ല. നിന്റെ ജീവിതം ചുമ്മാതല്ല കന്നാസിൽ കടന്ന് തല്ലണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹ് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ, ആമീൻ പറ. അള്ളാഹു സ്വർഗത്തിൽ നമ്മളെ ജോഡികളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ കൈവക്ക്, പെണ്ണുമ്പിള്ള കണ്ടുകൊണ്ടിരിക്കുക. വീട്ടിൽ പോകുമ്പോ ചോദിക്കുക, എന്തേ എല്ലാരും പൊക്കി നിങ്ങൾ പൊക്കാഞ്ഞ്? അവസാനം പിന്നെ കൂമ്പിന് ഇടിയിട്ടു. എന്തേ ഈ ഇരിക്കണതില് 75% പെണ്ണ് കിട്ടിയവരാ, എന്തേ ഇപ്പൊ കൈവക്കാത്ത? എന്റെ പൊന്നാര ഉസ്താദ്, ഇവള് സ്വർഗത്തിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് പോണില്ല. കാരണം ഇവളെ ഇവിടെ തന്നെ സഹിച്ചു മടുത്തിനിപ്പോ സ്വർഗം. അതാ നമ്മള് ചിന്തിക്കുക. സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ബറക്കത്ത് കിട്ടണമെങ്കിൽ നാളെ രാവിലെ പയ്യന്നൂര് പോയിട്ട് ഏതെങ്കിലും ഒരു മാളി പോയിട്ട് നല്ല ഒരു വലിയ പാത്രം വാങ്ങും. വലിയൊരു പാത്രം വാങ്ങിയിട്ട് നാളെ മുതൽ ഒരുമിച്ചിരുന്ന് കഴിക്കും. അതെങ്ങനെ? നീ രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് പോകും, വൈകിട്ട് വരുമ്പോ ഉമ്മ തിന്നുന്നത് സീരിയലിന്റെ മുന്നിൽ, ടിവിയുടെ മുന്നിൽ ഇരുന്ന് ഉമ്മ തിന്നും. മക്കളാണെങ്കിൽ പടച്ചവൻ അവിടെ ബെഡ്റൂമിനകത്ത് പഴുതു പറഞ്ഞുകൊണ്ടാ തിന്നണേ, ഫോണ് ഗെയിം കളിച്ചുകൊണ്ട് തിന്നും. പാപ്പ 10 മണിക്ക് കയറി വരുമ്പോ അടച്ചു വെച്ചിട്ടുണ്ടാവും, തിന്നിട്ട് കിടന്നുറങ്ങും. എന്തൊരു ജീവിതം വാപ്പ നിനക്ക്! ഇതിനാണോ ജീവിതം എന്ന് പറയണേ? അല്ല. ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുമ്പോൾ മനസ്സുകൾ തമ്മിൽ അടുക്കും വാപ്പ. മനസ്സുകൾ, ഭാര്യയും ഭർത്താവിന്റെയും മനസ്സുകൾ അടുക്കും. മക്കൾ കൂടപ്പുറപ്പുകൾ തമ്മിൽ പാടാനിയ ഒരു സ്നേഹമാണ്, ഒരു സ്നേഹമാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, തമാശ പോലെ പറയുകയല്ല. ഇത് നിന്റെ ജീവിതത്തിൽ നീ ഒരു 10 ദിവസം നിന്റെ വീടിന്റെ അകത്തൊന്ന് ചെയ്തു നോക്ക്. ഒന്ന് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഈ ഭർത്താക്കന്മാരോട് പറയുകയാണ്, വാപ്പമാരോട് പറയുകയാണ്, നിങ്ങളൊന്ന് ധൈര്യമുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തു നോക്ക്. ഇന്നു മുതൽ നിങ്ങളുടെ വീടിന്റെ അകത്ത് കയറുമ്പോ നിങ്ങളൊന്ന് സലാം പറഞ്ഞു നോക്ക്. അതും പരിപൂർണമായി സലാം പറയൂ. അത് മാത്രമല്ല, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ച് നോക്ക്. അല്ലാഹുവേ, പടച്ച റബ്ബ് നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധി നൽകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, നിങ്ങളുടെ വീടിന്റെ അകത്ത് ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാര്യം എന്തെന്നറിയുമോ? ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. ഒരേ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടിന്റെ അകത്ത് എന്തേ ഇത്രയും വലിയ കണ്ണീര് കുടിക്കുന്ന അവസ്ഥ വരാൻ, ഇത്രയും വലിയ നാശമുണ്ടാകാനുള്ള കാരണം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുണ്ടല്ലോ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ആയിഷ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യയുടെ വീടിന്റെ അകത്തേക്ക് കടന്നു വരുമ്പോ ആയിഷ ബീവി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണം അതാ താഴെ കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വല്ലാതെ വാടുകയാണ്. മുത്തുനബി പറയുകയാ, ഇദാ സഖതതു ലുഖമതു ഹദികും. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം താഴെ വീഴുമല്ലോ. ആരാ എടുത്ത് കഴിക്കുന്നത്? ആ താഴെ വീണ ഭക്ഷണം ഏത് വാപ്പയാ കഴിക്കുന്നത്? ഏത് പെണ്ണാണ് എടുത്ത് കഴിക്കുന്നത്? എന്റെ ഇടത് കൈ കൊണ്ടെടുത്ത് വൃത്തിയാക്കി കഴിക്കണമെന്നാണ്. പക്ഷേ നമ്മളെടുത്ത് കഴിക്കാറില്ല. അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ, അത് വേസ്റ്റാണെന്ന് കരുതുന്നവരാ. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു പോകാ, നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ പോകാ, നിന്റെ നാശം അവിടെ തുടങ്ങുകയാ. താഴെ കിടക്കുന്ന ഭക്ഷണം നിസാരമാ
നിസ്സാരമാക്കുന്നവര്, താഴെ വീണ ഭക്ഷണം അല്ലാഹു നിനക്ക് നൽകിയ റഹ്മത്താ. അല്ലാഹുവാണ് ഭക്ഷണം തരുന്നത്, അത് പടച്ച റബ്ബ് നിനക്ക് നൽകിയ നിഅമത്താണ്. ആ ഒരു നിഅമത്തിന് ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ കഫർതും മിൻ അദാബി ലശദീദ്. അല്ലാഹു തന്ന റിസ്കിനെ നീ നിഷേധിച്ചപ്പോ, നീ അതിനെ അവഹേളിച്ചപ്പോ, ഇടാ ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ കഷ്ടപ്പെടുന്ന എത്രയോ പാവങ്ങളുണ്ട് സഹോദരാ. ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നവര്. അങ്ങനെ ജനങ്ങള് കഷ്ടപ്പെടുമ്പോ അല്ലാഹു നിനക്ക് നൽകിയ നിഅമത്ത് കടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീണ് പോയ ഭക്ഷണം എച്ചിലാണെന്ന് പറഞ്ഞു അതിനെ നീ അവഹേളിക്കുകയല്ലേ, നീ അതിനെ നിസ്സാരമാക്കുകയല്ലേ. അങ്ങനെ നീ നിസ്സാരമാക്കിയപ്പോ അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ, അല്ലാഹു നിനക്ക് തന്ന ശിക്ഷയാ. നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് അല്ലാഹു എടുത്തു മാറ്റുകയാണ്. അല്ലാഹു നിന്റെ ജീവിതത്തിൽ നിന്ന് ബർക്കത്ത് എടുത്തു മാറ്റുകയാ. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുക ആയിഷ. അത് അല്ലാഹു നമുക്ക് നൽകുന്ന റഹ്മത്താണ്, അത് പടച്ചവൻ തരുന്ന നിഅമത്താണ്. അതുകൊണ്ട് നീ അതെടുത്ത് കടിക്ക്, അതിനെ നിസാരമാക്കല്ലേ, അതിനെ നിസാരമാക്കല്ലേ. നിന്റെ കഷ്ടകാലം തുടങ്ങും മോനെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹു നിനക്ക് ബർക്കത്ത് വേണോ, ഒരു സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ദുനിയാവിലും ആഖിറത്തിലും വേണോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഇന്നു മുതലെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ. അതൊരു നല്ല ശീലമാണ്, അതൊരു നല്ല ശീലമാണ്. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാ നിന്റെ ഭാര്യ നിന്നെ വഞ്ചിക്കൂല, നിന്റെ ഭർത്താവ് നിന്നെ വഞ്ചിക്കൂല. നിങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിൽ അല്ലാഹു സ്നേഹം തരികയാ. പടച്ചവരെ, നിന്റെ പൊന്നാര മക്കളുണ്ടല്ലോ, പരസ്പരം കടന്ന് കീരിയും പാമ്പിനെ പോലെ തല്ലുകയാണ്. കൂടപ്പിറപ്പുകള്, ഒരു ഉമ്മയുടെ രണ്ട് മക്കള് വീടിന്റെ അകത്ത് കടന്ന് തല്ലുകയല്ലേ, ശത്രുക്കളെ പോലെ തല്ലുണ്ടാക്കുകയല്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാത്രത്തിലിരുന്ന ഭക്ഷണം കഴിച്ചാ മനസ്സുകൾ തമ്മിലടുക്കുകയാ, സ്നേഹമുണ്ടാവുകയാ. അതുമാത്രമല്ല, നിന്റെ വീട് അല്ലാഹു ഇഷ്ടപ്പെടുന്ന വീടാ. ഈ നാട്ടിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വീട്. എന്റെ പ്രിയമുള്ളവരെ, കുടുംബം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വീടാ. അങ്ങനെ നിങ്ങൾ അല്ലാഹുവേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാ തയ്യാറായ വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഈ നാട്ടിലെ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇങ്ങനെ എല്ലാവരും നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നു വരുമ്പോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവര്, അതാ പരസ്പരം സ്നേഹത്തോടുകൂടി അല്ലാഹുവിന്റെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കുന്നവര്, നാളെ പടച്ച റബ്ബിന്റെ സ്വർഗ്ഗത്തിലേക്ക് സ്വർഗവാസികൾ കടന്നു വരുമ്പോ നീയും നിന്റെ ഭർത്താവും നിന്റെ മക്കളുമുണ്ടല്ലോ ചാരികസേനയിൽ ഇരിക്കുകയാണ്, ഊഞ്ഞാലിൽ ഇരിക്കുകയാണ്. അള്ളാന്റെ സ്വർഗത്തിലെ ചാരികസേനയിൽ ഇരുന്നിട്ട് സുഖിക്കുകയാണ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഹൂറില്ലീങ്ങളായ പെണ്ണുങ്ങള്. നിങ്ങൾ സ്വർഗത്തിലിരുന്ന് അടിച്ചു പൊളിക്കുമ്പോ സ്വർഗത്തിൽ കടന്നു വരുന്ന എല്ലാവരും നിന്നോട് പറയും, നീ VIP ആണ്, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. എല്ലാവരും നിന്നോട് സലാം പറയുകയാണ്. നിന്നെയും നിന്റെ
നിന്റെ കുടുംബത്തെയും എല്ലാവരും ബഹുമാനിക്കുന്നത് കാണുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കുകയാ, എങ്ങനെ കിട്ടി ആമിന നിനക്ക് ഈ പ്രതിഫലം? ആയിഷ, നിങ്ങൾ ഇവിടെയും ഒരുമിച്ചാണോ? നിങ്ങൾ ഇവിടെയും ഒരുമിച്ചാണോ? അല്ലാഹു നാളെ നിങ്ങളെ സ്വർഗ്ഗത്തിലെ കുടുംബസമേതം ഒരുമിച്ച് കൂട്ടുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറയുമ്പോ, പ്രിയമുള്ളവരെ, ബറക്കത്തില്ലെങ്കിൽ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, എത്ര കോടികൾ നേടിയിട്ടും കാര്യമില്ല, എത്ര തിന്നാലും വയറ് നിറയില്ല, എത്ര സമ്പത്തുണ്ടെങ്കിലും സമാധാനമില്ല, എത്ര വലിയ സുന്ദരിയാണെങ്കിലും നിനക്ക് തൃപ്തി ലഭിക്കൂല. 10 മക്കളുണ്ടായാൽ മക്കളുടെ മുഖത്ത് നോക്കിയാ സമാധാനമില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, അല്ലാഹുവേ, താഴെ വീണ ഭക്ഷണം നിസാരമാക്കല്ലേ. അത് നിന്റെ ജീവിതം മാറ്റിമറിച്ച് കളയും. അത് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അവഹേളിക്കരുത്. താഴെ വീണ ഭക്ഷണം എടുത്ത് വൃത്തിയാക്കി കഴിച്ചോ പെങ്ങളെ. മക്കളെ പഠിപ്പിക്കും, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പഠിക്ക്. അല്ലാഹുവേ, ഞങ്ങളുടെ മനസ്സുകൾ നീ അടുപ്പിക്കണേ അല്ലാ.